ചരിത്രമേറങ്ങും മണ്ണിൽ ചരിതം തീർക്കാൻ വന്നവരെ ഓർമ്മകളകൾ തീർക്കും തീരം കഥ പറയും നിര നമ്മോട് കഥ പറയും നിര നമ്മോട് ഓർമ്മകളകൾ തീർക്കും തീരം കഥ പറയും നിര നമ്മോട് കഥ പറയും നിര നമ്മോട് ചരിത്രമേറങ്ങും മണ്ണ് ചരിതം തീർക്കാൻ വന്നവരെ ഓർമ്മകളകൾ തീർക്കും തീരം കഥ പറയും നിര നമ്മോട് കഥ പറയും നിര നമ്മോട് സത്യമതത്തിൽ വിത്തുകളാലെ അറബികളെത്തിയ തീരത്ത് മാനവ സൗഭാഗ്യത്തിൻ കഥകൾ പുളകും ചാർത്തും ഓർമ്മകളിൽ സത്യമതത്തിൽ വിത്തുകളാലെ അറബികളെത്തിയ തീരത്ത് മാനവ സൗഭാഗ്യത്തിൻ കഥകൾ പുളകും ചാർത്തും ഓർമ്മകളിൽ കടലുകടന്ന് കൊള്ളയടിച്ച തീരമടഞ്ഞവരോടല്ല പോരുപതിച്ച് പിതാക്കന്മാരുടെ ചോരകളുണ്ട് മണലുകളിൽ ചോരകളുണ്ട് മണലുകളിൽ ചരിത്രമേറങ്ങും മണ്ണ് ചരിതം തീർക്കാൻ വന്നവരെ ഓർമ്മകളകൾ തീർക്കും തീരും കഥ പറയും നിര നമ്മോട് കഥ പറയും നിര നമ്മോട് വീണ്ടും പുതിയൊരു പടക്കു ഞങ്ങൾ ഒരുക്കമിവിടെ നടത്തുമ്പോൾ ദൈവമതത്തിൻ ദർശനമേനി മാനവരക്ഷയ്ക്ക് സമരം വീണ്ടും പുതിയൊരു പടക്കു ഞങ്ങൾ ഒരുക്കമിവിടെ നടത്തുമ്പോൾ ദൈവമതത്തിൻ ദർശനമേനി മാനവരക്ഷയ്ക്ക് സമരം എൻ്റെ ശരീരം എന്നോട് ഇഷ്ടം നിങ്ങൾക്കെന്താ ചോദിപ്പോ പുരുകളെ തിടുത്തിടാവാൻ മതമുണ്ടാവില്ലേ നാട്ടിൽ മതമുണ്ടാവില്ലേ നാട്ടിൽ ചരിത്രമേറങ്ങും മണ്ണ് ചരിതം തീർക്കാൻ വന്നവരെ ഓർമ്മകളകൾ തീർക്കും തീരം കഥ പറയും നിര നമ്മോട് കഥ പറയും നിര നമ്മോട്. Thank you. MashaAllah, that was a soothing start. Next, I call upon Azza Fatima Ali and Hezza Zainab Mansoor of Sky 3 to recite a few verses of Quran and explain its meaning. أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അമ്മയതസാഅലൂൻ. ഏതിനെ പറ്റാണ് അവർ അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അനിന്നബഇൽ അളീം. അതിഭയങ്കരമായ വാർത്തയെപ്പറ്റി തന്നെ. അല്ലസീഹും ഫീഹി മുഖ്തലിഫൂൻ. അതിൽ അവർ ഭിന്നാഭിപ്രായക്കാരാണ്. കല്ലാ സയഅലമൂൻ. വേണ്ട, വൈകാതെ അവർ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സയഅലമൂൻ. വേണ്ടേ വേണ്ട, ഉറപ്പായും അവർ അറിയും. അലം നജ്അലിൽ അർള മിഹാദാ. ഭൂമിയെ നാം മെത്തയാക്കിയില്ലേ? വൽ ജിബാല ഔതാദാ. മലകളെ ആണികളും. വഖലഖനാകും അസ്വാജാ.
നിങ്ങളെ നാം ഇണകളാൽ സൃഷ്ടിച്ചു. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കി. വജഅൽനൻ നഹാറ മഗാശാ, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കി. വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ, وجعلنا سراجا وهاجا وجعلنا سراجا وهاجا വജഅൽനാ സിറാജൻ വഹാജാ, കത്തിജ്വലിക്കുന്ന ഇരുളക്കും നാം സ്ഥാപിച്ചു. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ, കാർമുകിലിൽ നിന്നും കുത്തിയൊഴുകുന്ന വെള്ളം ഇറക്കി. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, അതുവഴി ധാന്യവും ചെടികളും ഉൽപ്പാദിപ്പിക്കാൻ. വജന്നാത്തിൻ അൽഫാഫാ, ഇടതുന്ന തോട്ടങ്ങളും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്താ, നിശ്ചയമായും വിധി ദിനം സമയനിർമ്മിതമാണ്. യൗമഇസിൻ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ, കാഹളം ഊതുന്ന ദിനമാണത്, അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തും. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ, ആകാശം തുറക്കപ്പെടും, അതനേകം കവാടങ്ങളായി തീരും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ, പർവ്വതങ്ങൾ ഇളകി നീങ്ങും, അവ മരീചികയാകും. സദഖല്ലാഹുൽ അലീം. സദഖല്ലാഹുൽ അലീം. MashaAllah, MashaAllah, that was really inspiring and enlightening. Next, I kindly call upon mother of Hamiz Muhammad Munis for a feedback speech. Please, ma'am. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഈ ഒരു വേളയിൽ ഒരു സ്കൈ 3 പാരൻ്റ് എന്ന നിലക്ക് സാജിദ് നദ്വി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ സൗഭാഗ്യം ചെയ്തവർ തന്നെയാണ്. നമ്മൾ പാരൻസ് എന്ന നിലക്ക് നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണോ നമ്മൾ കുട്ടികളെ ഇവിടെ അഡ്മിഷന് ചേർക്കുന്നത്, അതേ ഒരു അതിലും അധികം നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നമ്മളെ ടീച്ചേഴ്സിൻ്റെ പങ്ക് തീരെ ചെറുതല്ല. ഇപ്പം പാരൻസും അതിന് പ്രാക്ടീസ് ചെയ്യണം, വീട്ടിൽ നിന്ന് മക്കളും അതിൻ്റേതായ എഫേർട്ട് എടുക്കണം. എന്നാലും ആ ടീച്ചേഴ്സിൻ്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഇത്രയും എന്താ പറയുക ഈ ഒരു ലെവലിലേക്ക് ഹെവൻസ് ഫാമിലി അല്ലെങ്കിൽ ഹെവൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ഒരു ലെവലിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സും അവരും ഇതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾ കെയർ എടുക്കുന്നതിലും എല്ലാം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക ഒന്നും നെഗറ്റീവ് പറയാനില്ല. പിന്നെ മക്കളിങ്ങനെ എന്താ ഖത്തമുൽ ഖുർആൻ തീർത്തിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറുങ്ങനെ ഇമോഷണലായിപ്പോയി. നമ്മളുടെ ആ ഒരു സൗഭാഗ്യത്തിൻ്റെ ആ ഒരു അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. ഇപ്പം നമ്മൾ ഈ 3 വർഷം ഇങ്ങനെ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ഇത്രയും ചെയ്ത് നമ്മുടെ മക്കളും നമ്മളും ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ചെയ്ത ആ ഒരു കാര്യം നമ്മൾ ഇനി അത് അടച്ചു പൂട്ടി വെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് പിള്ളേരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും ആ തജ്വീദ് നമ്മൾ കൂടുതൽ മികവോടെ പിള്ളേരെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ അത്
നിലനിർത്തുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് എനിക്ക് മെയിനായിട്ട് പാരൻസിനോട്, നിങ്ങളോടും എന്നോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. താങ്ക് യു. ഇപ്പം എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും എന്താ പറയുക, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ടീച്ചേഴ്സിനോടും ഈ ഹെവൻസ് ഫാമിലിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാഖല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Jazakallah khair. Your words truly means a lot. അടുത്തതായി പ്രമുഖ വാഗ്മിയും പണ്ഡിതനും മസ്ജിദുർ റഹ്മ പെരുമ്പിലാവ് ഖത്തീബുമായ സലീം മമ്പാട് അവറുകളെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Sir, please. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل وسلم على رسولنا ونبينا وسيدنا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم وعلى أزواجه وذريته وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ധാരാളം സ്ഥാപനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വലിയ വലിയ പാർലമെൻറ്റുകൾ മുതൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ മുതൽ ഫാക്ടറികളും സ്റ്റേഡിയങ്ങളും ഒക്കെ ആയിട്ട് നമുക്കറിയാവുന്നതും അറിയാത്തതുമായ വലിയതും ചെറിയതുമായ പല സ്ഥാപനങ്ങളും ലോകത്തുണ്ട്. പക്ഷേ വലിപ്പം കൊണ്ട് അതിൻ്റെ പുറത്തേക്ക് കാണുന്ന കാഴ്ചയിൽ വലിപ്പമുള്ള പലതും ഉള്ളു ശൂന്യവും പൊള്ളയും കള്ളവുമായി നിൽക്കുന്നതാണ് എന്ന് അതിനോടടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹെവൻസ് ചെറിയൊരു സ്ഥാപനമാണ്, വളരെ കുറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതും വളരെ കുട്ടിത്തം നിറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ബാല്യത്തിൻ്റെയോ കൗമാരത്തിൻ്റെയോ ആ ഘടനയിലേക്ക് പ്രവേശിച്ച മക്കളല്ല, 2-3 വയസ്സ് മുതൽ 4-5 വയസ്സിൻ്റെ ഇടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നതാവട്ടെ ലോകത്ത് മറ്റൊരിടത്തും പഠിപ്പിക്കുന്ന സംഗതിയല്ല. പഠിച്ചിട്ട് പണമുണ്ടാക്കാനും പണമുണ്ടാക്കി അടിച്ചുപൊളിച്ച് ജീവിക്കാനും അടിച്ചുപൊളിച്ച് ജീവിച്ച് ദുനിയാവും ആഖിറത്തും തകർക്കാനും എന്നിട്ട് സ്വയം നശിച്ച് ദുരന്തമായി നാടിനും നാട്ടാർക്കും സ്വന്തത്തിനുമൊക്കെ വലിയ പരീക്ഷണമായി തീരുകയും ചെയ്യുന്ന പഠനമല്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു മനുഷ്യനെ പഠിപ്പിക്കാൻ എന്താണോ ഏറ്റവും നല്ലത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരെന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പ്രസിഡന്റല്ല, പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, സിനിമാ നടനല്ല, കായിക താരമല്ല, കലാതാരമല്ല, അംബാനിയും അദാനിയും വലിയ മുതലാളിയും തൊഴിലാളിയും വർഗവും കുടുംബവും സമുദായമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുനിയാവിൽ പോലും അവൻ പദവി നൽകിയിട്ടുള്ളത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ആരാണോ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവരാണ് ഏറ്റവും ഉത്തമന്മാർ. അൽഹംദുലില്ലാഹ്, ഈ ഹെവൻസ് പ്രീ സ്കൂളിൽ
നമ്മുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നന്ദി പറയേണ്ടത് കുട്ടികൾക്കല്ല, മാതാപിതാക്കൾക്ക് തന്നെയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കൊക്കെ 10-30 കുട്ടികൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ച് അവരുടെ ഫലകങ്ങൾ ഏറ്റുവാങ്ങി പോകുമ്പോൾ എൻ്റെ മുമ്പ് പ്രസംഗിച്ച സഹോദരി പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിനും കൽബിനുമൊക്കെ കുളിരും ഒരിത്തിരി അലിവും അയവുമൊക്കെ തരുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പിഞ്ചുകുട്ടികൾ ഖുർആൻ ഒരാവർത്തി ഓതി പൂർത്തീകരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കല്ല അതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കുട്ടികളെ ഇവിടെ കൊടുന്നാക്കിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടാൻ വേണ്ടി നട്ടുച്ചക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നൊക്കെ പറയുമല്ലോ. കഥയറിയില്ല, എന്തിനാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. അവിടെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ ഓതുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. അവിടെ അവരിങ്ങനെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കുട്ടിയെ കൊണ്ടിട്ട് ആ വലയിലേക്ക് കണ്ട് ഇറക്കി കൊടുക്കുക നമ്മൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സാദാ സീതാ മട്ടിൽ നിങ്ങൾ പറഞ്ഞയച്ചതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞയച്ചാലും കൂലിയൊക്കെ കിട്ടും. പക്ഷെ അതിനപ്പുറം എൻ്റെ കുട്ടിക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്ന, ഞാൻ നിർബന്ധമായും കൊടുക്കേണ്ട, ഇതിന് തുല്യമായി മറ്റൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒന്നിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ കിടാവിനെ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുചെന്നെത്തിക്കണമെന്ന വലിയ ആഗ്രഹത്തോടും നെയ്യത്തോടും ഇഖ്ലാസോടും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ പറഞ്ഞയച്ചതുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വാക്കുകൾ ഇവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നതും പ്രസിഡന്റ് പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും സിനിമാ നടന്മാർ പറയുന്നതും കലാകാരന്മാർ പറയുന്നതും നമ്മുടെ ഉപ്പ പറഞ്ഞ ഉമ്മ പറഞ്ഞൊന്നുമല്ല. ഖുർആൻ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉടമസ്ഥനായ, നമ്മുടെയൊക്കെ നാഥനായ, നമ്മളീ പറയുന്ന പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ നാഥനായ, അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒക്കെ നാഥനായ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുതൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായ, അതോറിറ്റിയായ, ഇതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടില്ല. എന്തിനും അറിയണമല്ലോ. നമ്മുടെ കുട്ടിയെ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ഇണയെ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ഉപ്പാനും ഉമ്മാനെ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ആരോഗ്യം നമുക്ക് മനസ്സിലാവണം, നമ്മുടെ വരുമാനം നമുക്കറിയണം, നമ്മുടെ കച്ചവടവും നമ്മുടെ കൃഷിയൊക്കെ നമുക്കറിയണം. അറിയുമ്പോഴാണ് അനുഭൂതിയും ആനന്ദവും അപമാനവും അപകർഷതയൊക്കെ ഉണ്ടാവുക. അറിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എനിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങളെക്കുറിച്ചല്ലോട്ടാണ് ഞാൻ പറയുന്നത്. പൊതുവെ ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹു, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ ചോദിച്ചത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അള്ളാഹുവിനെ വഖാറോടുകൂടി, അതിന്റെ ഗൗരവത്തോടുകൂടി, എല്ലാ ബഹുമാന ആദരവും ഭയവും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറഞ്ഞ ഘടനയ്ക്കാണ് വഖാർ എന്ന് പറയുക. അള്ളാഹുവിനെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹനെ മനസ്സിലായി കഴിഞ്ഞാലോ നമ്മുടെ മനസ്സിങ്ങനെ കിടന്നിട്ട് മറിയാൻ തുടങ്ങും. എൻ്റെ നാഥൻ സുജൂദ് ചെയ്യുമ്പം സുബ്ഹാന റബ്ബിയൽ അഅ്ല, എൻ്റെ കുട്ടി, എൻ്റെ ഉമ്മ, എൻ്റെ ഇണ, എൻ്റെ വീട്, എൻ്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. കാരണം അത് എൻ്റെതാ, നിങ്ങളുടേതല്ല, ജ്യേഷ്ഠത്തിയുടേതും അനിയത്തിയുടേതുമല്ല, വേറെ ആരുടെ. അവരുടേതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെതും കൂടിയാണ്. എൻ്റെ ഉമ്മ എൻ്റെ കൂടി ഉമ്മയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ല, എൻ്റെ അല്ലാഹ്. സുബ്ഹാന റബ്ബനൽ അഅ്ല എന്നും പറയാ. ഞങ്ങളുടെ റബ്ബ് എത്ര ഉന്നതനാണ്. എൻ്റെ റബ്ബ് എൻ്റെ കുട്ടിയെ, എൻ്റെ ഉമ്മയൊക്കെ അറിയുന്നത് പോലെ, നാം നമ്മെ അറിയുന്നത് പോലെ അള്ളാഹനെ അറിയണം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഇതിനേക്കാൾ വലുത് വേറെ ഒന്നും അല്ലാഹു ഇറക്കിയിട്ടില്ല. ഖുർആനാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളതിലെ ഏറ്റവും മഹത്തരമായ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ മറ്റു പലതൊക്കെ അനുഗ്രഹം എന്നൊക്കെ പറയും. പിന്നീട് അനുഗ്രഹം എന്ന് പറയുന്നത് മഹാപ്രവാചകന്മാരാണ്. ഇളകാത്ത, ഒടിയാത്ത, മറിയാത്ത, വീഴാത്ത, തളരാത്ത, പിടിച്ചു നിന്ന്, കടിച്ചു നിന്ന്, ത്യാഗം ചെയ്ത് ഈ ഖുർആനുകളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുള്ള അതിഗംഭീരന്മാരായ മഹാപ്രവാചകന്മാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ്, സുലൈമാൻ, യാക്കൂബ്, യൂസുഫ്, മഹാപരമ്പര. നമുക്കറിയാവുന്നത് 10-25 ആളുകളുടെ പേരുകൾ മാത്രമാണ്.
1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അതിഗംഭീരന്മാരായ സൃഷ്ടികൾ എന്ന് പറയുന്നത് മഹാപ്രവാചകന്മാരാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോണില്ല. ബാക്കിയെല്ലാം നമ്മൾ ദുനിയാവിൽ കാണുന്നതൊക്കെ തന്നെയും ഖുർആനിന്റെ മുമ്പിൽ വളരെ നിസ്സാരമാണ്, വളരെ ചെറിയതാണ്. ഖുർആനിനു വേണ്ടിയാണ് ഈ ദുനിയാവിനെ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. ഖുർആനികമായി മനുഷ്യൻ എങ്ങനെ ജീവിക്കും, ഖുർആനിന് വേണ്ടി മനുഷ്യൻ എങ്ങനെ ജീവിക്കും, ഖുർആനിലൂടെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും, ഖുർആൻ എങ്ങനെ മനുഷ്യനെ ജീവിപ്പിക്കും, ഇതറിയുന്നതിന് വേണ്ടി. അതാണ് പരീക്ഷണം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഈ ഖുർആനിനോട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ ഈ ചെറിയ, നിങ്ങൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാച്ചോന്ന് അറിയില്ലല്ലോ. നിങ്ങൾക്ക് മൊബൈലൊക്കെ നോക്കിയിരിക്കാന്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കാന്, നിങ്ങൾക്ക് പർച്ചേസിങ്ങിന് ലുലു മാളിലേക്കും നെസ്റ്റോയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊക്കെ രാവിലെ 3-5 മണിക്ക് ഇതിനങ്ങോട്ട് പറഞ്ഞ് ഉന്തി തള്ളിയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അതുവരെ നമുക്ക് നമ്മുടെ മൊബൈലാകാം, നമ്മുടെ ബിഗ് സ്ക്രീനാകാം, വലിയ TV ഒക്കെ വീട്ടിൽ വെച്ചിട്ടില്ലേ. ഖുർആനൊക്കെ നിങ്ങൾ ദാലിക്കൽ കിതാബ്, നിങ്ങളെ കുറിച്ചൊന്നും അല്ലട്ടോ ഈ പറയുന്നത്, പലരെ കുറിച്ചുമാണ്. നിങ്ങൾ അതിൽ പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കുട്ടിയെ ഒഴിവായി. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലമാണ്. കുട്ടികൾക്ക് ഉമ്മാനും വേണ്ട, ഉമ്മാക്കും ഉപ്പാക്കും കുട്ടികളെയും വേണ്ട. പുതിയ കാലത്തിന്റെ വലിയ സംഘർഷങ്ങൾ, സങ്കടങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കുട്ടി മുതൽ നമുക്ക് പേടി സ്വപ്നമാണ്. ഇപ്പോ തല കുത്തിയിട്ടാ കുട്ടി നിൽക്കുന്നത്, കാലുമ്മലല്ല. അഫമയ്യംഷി മുക്കിബൻ അലാ വജ്ഹിഹി, മുഖം കുത്തി നിൽക്കുന്നവനെ നീ കണ്ടില്ലേ? അഹദാ അമ്മ യംഷി സവിയൻ അലാ സിറാത്തെ മുസ്തഖീം. 2 കാലിൽ നിൽക്കേണ്ട കുട്ടികൾ തലകുത്തി നിൽക്കുകയാണ്. ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോ അങ്ങോട്ട് പോകും, നിക്കടാന്ന് പറയുമ്പോ കിടക്കും, കിടക്കടാന്ന് പറയുമ്പോൾ എഴുന്നേറ്റിട്ട് തടിയെടുക്കും. എന്നെയും നിങ്ങളെയും മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിക്കും. ഈ കുട്ടികളെ കുറിച്ചല്ലോ ഈ പറയുന്നത്. കുട്ടികളുടെയും പ്രശ്നമല്ല ഇത്. നമ്മുടെ സിനിമ, നമ്മുടെ മൊബൈൽ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ അച്ചടക്കവും സംസ്കാരവും ബോധവും തിരിച്ചറിവും ഇല്ലാത്ത നിലപാടുകളിൽ നിന്ന് നമ്മുടെ പിഞ്ചുകുട്ടികൾ നമ്മുടെ ഇരകളായി നമ്മുടെ മുമ്പിൽ തൂറ്റുകൊണ്ടിരിക്കുന്ന, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തലകുത്തി നിൽക്കുന്ന, നമ്മളെ തന്നെ നിസ്സഹായരാക്കുന്ന പ്രകടനങ്ങൾ നടത്തി നമ്മുടെ മക്കൾ നമ്മളെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവനാന്റെ കുട്ടികളെ വീട്ടിൽ നിന്നുകൊണ്ട് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് വീട്ടിലിരിക്കാലോ. പിന്നെ തറാവീഹും തഹജ്ജുദും എഴുത്തിക്കാഫും ഒക്കെ മൊബൈലിലാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ മൊബൈലില്ലേ? ഇബിലീസ് ഓടുന്ന സാധനം കേട്ടോ അത്. ഞാനിതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോണില്ല. ഇബിലീസിനെ വരാൻ പറ്റുന്ന ഇത്രയും മികച്ചൊരു സാധനം അടുത്ത ഈ ഇബിലീസ് ഇതിന്റെ മുമ്പ് ഇറക്കിയിട്ടില്ല. ഇതാണ് ഏറ്റവും നല്ല സാധനം. ഒരു തലമുറ വ്യക്തികളെ, സമൂഹങ്ങളെ, സംഘങ്ങളെ, രാഷ്ട്രങ്ങളെ, സംവിധാനങ്ങളെ ഒക്കെ അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുണ്ടാവും. നിങ്ങളാ മൊബൈൽ കൊടുത്തിട്ട് അപ്പൊ കുട്ടി പോയാൽ സുഖമാണ്, ചെറിയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ എങ്ങനെ നടക്കണ്ടേ? ഈ കുട്ടീനെ എങ്ങനെ താലോലിച്ചും താലോടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് നിങ്ങൾ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത്. 2-3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, നല്ല പേരിടണം. കുട്ടു, ടുട്ടു, ടുട്ടു, പിട്ടു എന്നൊന്നും പേരിട്ടിട്ട് കുട്ടികളെ മാനം കെടുത്തരുത്. കാരണം നിങ്ങൾ ആദ്യത്തെ പേരെന്താണോ അത് വെച്ചിട്ടാണ്. അപ്പോ മത്സരയിലെക്കുമ്പോ പിട്ടു വരട്ടെ, ലുട്ടു വരട്ടെ, ടുട്ടു വരട്ടെ എന്നൊക്കെ പറയുമ്പോ ഹായ് എന്റെ കുട്ടി എന്ത് രസമാണ് കേൾക്കാൻ. ചെറുപ്പത്തിൽ കേൾക്കാൻ രസാ, പക്ഷെ കുറച്ച് മുതിർന്നിട്ട് എവിടെ ടുട്ടു ചോദിക്കുമ്പോ കുട്ടി തന്നെ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒരു കഷ്ടം, എനിക്കിട്ടുള്ള പേരാണല്ലോ ഇത്. നല്ല പേരിടുക, അർത്ഥമുള്ള, ആശയമുള്ള, അഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പേരുകൾ, നല്ല പേരുകൾ കുട്ടികൾക്ക് കൊടുക്കുക. പേര് നല്ലതാക്കണം. പിന്നെ പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ട് സുഹബത്ത് വേണം, അവരോടൊപ്പം സഹവസിക്കണം. കുട്ടിയോടൊപ്പം നിങ്ങൾ പ്രീ സ്കൂളിലേക്ക് വിടുമ്പോ നിങ്ങളുടെ സഹവാസം കുറയാണ്. പകലിൽ നിങ്ങൾ ആ കുട്ടിയോടൊപ്പമല്ല. 2-3 കൊല്ലം വരെ കുട്ടിക്ക് സഹവാസം വളരെ നിർബന്ധമാണ്. വൽവാലിദാതു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. 2-3 കൊല്ലങ്ങൾ നിങ്ങളെ മാറിലും നിങ്ങളുടെ മടിയിലും കിടത്തി, നിങ്ങളുടെ തോളിലും ഊരയിലും ഒക്കെ ഈ കുട്ടി എടുത്തു വെച്ചിട്ട് പാലൂട്ടി താരാട്ടി തണലും തലോടലും ഒക്കെ നൽകി ഈ കുട്ടിയെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. ആ ഒരു പ്രായത്തിലാണ് ഈ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണത്? സുഹബത്ത്. അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. ഒന്നിനോട് സഹവസിക്കുമ്പോഴാണ്, കൂടെ നിൽക്കുമ്പോഴാണ് നമ്മളും അതും തമ്മിലുള്ള ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ രൂപപ്പെടുക. കണ്ണകന്നാൽ കൽബകന്നു, അങ്ങനെ നമ്മൾ പറയില്ലേ. പുതിയ ആപ്പിള ഗൾഫിൽ പോയി, ആദ്യം പോകുമ്പോ ഭയങ്കര കണ്ണിൽ വെള്ളമൊക്കെ വരും, മൂപ്പർക്കും വരും നമുക്കും വരും. പിന്നെന്തായി? പോയി അൽഹംദുലില്ലാ നന്നായി. ഇനി മൂപ്പർക്ക് വെള്ളം ചൂടാക്കണ്ട, മൂപ്പരെ കാറിലും പുറകെ നടക്കണ്ട. മൂപ്പര് വിചാരിക്കും ഓളെ വിട്ടു പോരുമ്പോ ഭയങ്കര സങ്കടമായിരുന്നു, ഇപ്പൊ കഴിച്ചലായി, ഒന്നുമില്ല,
അല്ലെങ്കിൽ ഓള് വിളിച്ച് അപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കും, അത് വേണം, ഇത് വേണം, ഈച്ച വേണം, പൂച്ച വേണം, ചക്കര വേണം, പഞ്ചാര വേണം, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വിളിക്കാനല്ല, ഞാനേതായാലും അവിടെയാണ്. കണ്ണകന്നാൽ കൽബകന്നു. അടുത്തിരിക്കുമ്പോഴോ ധാരാളം ഓർമ്മകൾ, ധാരാളം വികാരങ്ങൾ, ആശകൾ, ആശങ്കകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാറ്റിലൂടെയും നമ്മൾ കൂടി ഇറങ്ങും. അതുകൊണ്ട് ആ സ്വഹബത്ത്, സഹാബി എന്നതാണല്ലോ പറയുന്നത്. റസൂലിന്റെ കൂടെ മരുഭൂമിയിലും തണലിലും കയറ്റത്തിലും ഇറക്കത്തിലും ചൂടിലും തണുപ്പിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഞ്ചരിച്ചവർക്ക് സഖാക്കന്മാർ, സഹാബിമാർ എന്നാണ് നമ്മൾ പറയാ. റസൂൽ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് സ്വഹബത്ത് കൊടുക്കണം, സഹവസിക്കണം, അവരുമായിട്ട് നന്നായിട്ട് സഹവസിക്കണം. പണ്ട് ഈ ഒരു കുട്ടിനോട് തമാശക്ക് പറയാൻ, നിങ്ങൾക്ക് മുടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, മുഷിപ്പ് വരാതിരിക്കാൻ, ഈ ഒരു കുട്ടിയോട് സ്കൂളിൽ നിന്നൊക്കെ ആഗ്രഹം ചോദിക്കൂല്ലോ നമ്മള്, ഇവിടെ നിനക്കെന്താണോ ആഗ്രഹം? IAS, IPS, മെഡിക്കൽ, മറൈൻ, എഞ്ചിനീയറിംഗ്, പൈലറ്റ്, ആന, ചേന, എന്താ ആവേണ്ടത്? അപ്പൊ കുട്ടി എഴുന്നേറ്റുണ്ട്, പലരും പല ആഗ്രഹങ്ങളും പറയുന്നുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാനൊരു മൊബൈലായാൽ മതിയായിരുന്നു. ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, ഞാനൊരു മൊബൈലായാൽ മതിയായിരുന്നു പറഞ്ഞു. അപ്പോ അധ്യാപകൻ പറഞ്ഞു, ഇതെന്തോടോ, ഇത് മൊബൈൽ ഒരു ജോലിയൊന്നും അല്ലല്ലോ, വരുമാനം ഉണ്ടാക്കാനൊക്കെ മാർഗമുണ്ട്, അത് വേറെ സംഗതി. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സാധനമല്ലല്ലോ മൊബൈല്. എനിക്ക് ഡിഗ്രിയൊക്കെ വാങ്ങി ഭയങ്കര പണക്കാരനാകാൻ. അപ്പൊ ഈ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാനൊരു മൊബൈലാണെങ്കിൽ എൻ്റെ ഉമ്മാന്റെ കയ്യിലും ഉപ്പാന്റെ കയ്യിലും ഞാൻ എപ്പോഴും ഉണ്ടാവും. കാരണം ഉമ്മ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കല്യാണവും തക്കാരവും മരണവും സങ്കടവും സന്തോഷവും എവിടെ പോകുമ്പോഴും മൊബൈൽ കയ്യിലുണ്ടാവും. കുട്ടി പറയാണ്, കുട്ടി ആഗ്രഹിക്കുന്നു, എന്നെ ഒന്ന് തല്ലിയും തലോടിയും തടവിയും എന്നെ ചേർത്ത് പിടിച്ചും അണച്ചു പിടിച്ചും കോർത്തു പിടിച്ചും എന്നോടൊപ്പം. ഇതിനാണ് സ്വഹബത്ത് എന്ന് പറയാം. ആ സ്വഹബത്ത് ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിടുന്നുണ്ടാവുക ഈ ചെറിയ കുട്ടികളെ. നിയ്യത്ത് നല്ലതല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കും. പേടിപ്പിക്കുന്നുമല്ല ഞാൻ. അനുഗ്രഹീതമായതാണെങ്കിൽ അള്ളാഹു വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ഈ ചെറിയ പ്രായത്തിൽ ഇബ്ലീസ് കടന്ന് അണ്ടർഗ്രൗണ്ടിലും മുകളിലുമൊക്കെ കിളകി മറിച്ച് തുരന്നെടുത്ത് നമ്മുടെ തലമുറകളെയും നമ്മളെയും തന്നെ, കുട്ടികൾ പോട്ടെ ഇന്നങ്ങളും തന്നെ, ഇപ്പൊ കുട്ടികളെ തകർക്കാനാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, വലിയവരെ തകർക്കാൻ. കാരണം നമ്മളെ കൊണ്ട് വലിയ കാര്യമൊന്നും ഇവർക്കില്ല. ഇവർ തകർക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ്, നമ്മുടെ സമൂഹം, നമ്മുടെ ഭാവി തലമുറയെയാണ്. അത്രയും മാരകമായ പ്രഹരങ്ങൾ നമ്മുടെ കുട്ടികളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിശാചിന്റെ ചങ്ങലകളിൽ നിന്നും അതിന്റെ ആക്രമണങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടിക്ക് സുരക്ഷിതത്വം നൽകാൻ ഏറ്റവും നല്ല കവചം ഖുർആനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഈ ഹെവൻസ് പ്രീ സ്കൂളിലേക്ക് വിട്ടിട്ടുള്ളതെങ്കിൽ അൽഹംദുലില്ലാഹ്, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഇപ്പൊ നീയത്ത് നന്നാക്കുക. ഞാൻ ഇതിന് മുമ്പ് അങ്ങനെ നെയ്യത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ക്ലിയർ ചെയ്യുക. അള്ളാഹുവേ, അതിന് തന്നെയാണ് ഞാൻ വിട്ടിട്ടുള്ളത് എന്റെ കുട്ടിയെ. എന്റെ കുട്ടിയെ എനിക്ക് കിട്ടാൻ, നിന്റെ അനുഗ്രഹീതമായ സൃഷ്ടിയായി എന്റെ കുട്ടി മാറാൻ എനിക്കിതെല്ലാം കൂടി കൊടുക്കാനുള്ള കഴിവില്ല. ഞാൻ വളരെ ദുർബലയാണ്, ഞങ്ങൾ വളരെ ദുർബലരാണ്. മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കുട്ടികളിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ സ്വർഗത്തിൽ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കരുണാവാരിധിയായ റബ്ബേ, അതുകൊണ്ട് എന്റെ കുട്ടിയെ അങ്ങനെയാണ് വിട്ടിട്ടുള്ളതെങ്കിൽ അൽഹംദുലില്ലാഹ് ഹംദൻ ത്വയ്യിബൻ മുബാറകൻ കസീറൻ ഫീ, എത്രയോ വലിയ സ്തുതികീർത്തനങ്ങളായി മലക്കുകൾ എന്നെ നിങ്ങളെയൊക്കെ സ്വീകരിക്കും. അപ്പൊ മലക്കുകൾ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടാവും. ഈ വാപ്പിയും ഈ ചെറിയ കുട്ടിയെ ഇങ്ങനെ വിട്ടിട്ട് ഭയങ്കര അത്ഭുതം. അതുകൊണ്ട് ഞാൻ അഭിനന്ദനം മാതാപിതാക്കൾക്ക് നൽകുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തെ അധ്യാപകർക്ക്, ഞാൻ എന്റെ വിശദാംശങ്ങൾക്ക് പോകണില്ല. അധ്യാപകരോടും എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, സോഷ്യോളജി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിപ്പിക്കുന്ന പോലുള്ള ഒരു പാഠപുസ്തകമല്ല ഖുർആൻ. ഖുർആൻ അങ്ങനെ ശമ്പളത്തിന് വേണ്ടി പഠിപ്പിക്കേണ്ട ഒരു സാധനമല്ല. ജീവിതമാണ് ഖുർആൻ. ജീവിതത്തിന്റെ നയരേഖയാണ് ഖുർആൻ. ഖുർആനാകുന്നത് ഖുർആനാകുമ്പോൾ മാത്രമാണ്. ഓതുന്ന ഡിജിറ്റലിനോ നമ്മൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ ഖുർആനുകൾക്കോ പേജെടുത്ത് പ്രിന്റ് ചെയ്ത് പുസ്തകങ്ങളാക്കിയതൊന്നും ഖുർആനല്ല. ഖുർആനിലെ അക്ഷരങ്ങൾ മാത്രമാണ്. ഖുർആനാകുന്നത് നിങ്ങൾ ഖുർആനാകുമ്പോഴാണ്, നമ്മൾ ഖുർആനാകുമ്പോഴാണ്. മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, പണ്ട് ഈ അധ്യാപകരെന്ന് പറഞ്ഞാല് ഈ എന്തായിരിക്കണം, പണ്ട് ഈ ശ്രീനാരായണ ഗുരുവിന്റെ കഥയിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു അച്ഛൻ വന്നിട്ട് കുട്ടിയെ കുറിച്ച് സങ്കടം പറഞ്ഞു. ഇപ്പം ഭയങ്കര ശർക്കര തീറ്റിയ, എപ്പോ നോക്കിയാലും ശർക്കര. ആ കുട്ടികൾക്കൊക്കെ ഓരോ വീക്ക്നസ് ഉണ്ടാവില്ല. ഇപ്പൊ പിന്നെ ചിക്കന്, കാർഡ് പ്രൈസ്, നെസ്റ്റലി എന്നൊക്കെയാണ് പറയാ. അതാണ് വേണ്ടതെന്നാ പറയാ. അവിടെ ഫ്രിഡ്ജ് തുറക്കുക, എന്നിട്ട് അതിന് ചോക്ലേറ്റ് എടുക്കുക, എന്നിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ചിക്കൻ പല സാധനത്തിലും ഉരുട്ടിയിട്ടും നീട്ടിയിട്ടും വട്ടത്തിലും കുറുക്കിയിട്ടും ഒക്കെ നമ്മൾ കൊത്തിയും വെട്ടിയും ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് നാടൻ ചിക്കനൊന്നും പറ്റില്ല കേട്ടോ, ഇങ്ങനത്തതേ പറ്റുള്ളൂ. അത് അവരെടുത്തിട്ട്
തിന്നിട്ട് നന്നായിട്ട് കഴിക്കും. അപ്പൊ നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇങ്ങനെ തിന്നാൻ ഇവനും തീരും നമ്മളും തീരും, ഇത് ശരിയല്ല. അപ്പൊ ആര് പറഞ്ഞാണ് ഇവൻ നിൽക്കുക? അങ്ങനെയാണ് അവര് കുട്ടിനെയും പിടിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത ഒരാൾ വരും. ഭയങ്കര ശർക്കര തീറ്റയാ, മധുരം ഭയങ്കര തീറ്റയാ, മുമ്പിൽ കണ്ടാ മതി സംഗതി ഒറ്റയടിക്ക് കാപ്പലാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും നിൽക്കണില്ല എന്ന്. അതിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ് ഈ 3 ദിവസം കഴിഞ്ഞിട്ട് വാ, 3 ദിവസം കഴിഞ്ഞിട്ട് വാ, അപ്പോൾ പറയാൻ നമുക്ക് എന്നാണ്. അങ്ങനെ 3 or 4 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയായിട്ട് പിന്നെയും വന്നു നാരായണ ഗുരുവിന്റെ അടുത്ത്. ഇയാള് അല്ല അന്ന് നിങ്ങൾ ഏതായാലും പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ പറയുമല്ലോ. അപ്പോൾ കുട്ടിയെ ചേർത്ത് പിടിച്ച് ശ്രീനാരായണ ഗുരു നെഞ്ഞിലൊക്കെ പിടിച്ച് തടവിയിട്ട് പറഞ്ഞു, മോനെ ശർക്കര തിന്നരുത് കേട്ടോ. അപ്പോ അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് 4 ദിവസം മുമ്പ് പറഞ്ഞാ പോരെ, ഇന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അന്ന് തന്നെ പറഞ്ഞാൽ ഈ മെനക്കേടുണ്ടോ? അപ്പൊ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭയങ്കര ശർക്കര തീറ്റക്കാരനാ, ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയോട് തിന്നാൻ പറ്റുമോ, തിന്നരുത് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ശർക്കര നന്നായിട്ട് തിന്നുന്ന ആളാ. അപ്പൊ ഞാൻ ഇപ്പൊ നിർത്തി 4 ദിവസമായിട്ട്. എന്നിട്ടാണ് എന്റെ കുട്ടി, എങ്കിലേ ഇത് മുളക്കൂ, എങ്കിലേ ഇത് വളരൂ. എന്നിലില്ലാത്തത് എനിക്ക് കൊടുക്കാൻ സാധ്യമല്ല. വിളമ്പിയതേ തുളുമ്പൂ, വിതച്ചതേ മുളച്ചു വരൂ. ഞാൻ പറയുന്നത് അധ്യാപകരോടും രക്ഷിതാക്കളോടും വളരെ വിനീതമായിട്ട് പറയുന്നു, ഖുർആൻ കൊണ്ട് കളിക്കരുത്, ഖുർആനിനെ നിസ്സഹായമാക്കരുത്, നിന്ദ്യമാക്കരുത്. നിങ്ങളാരും അങ്ങനെ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. മറ്റേതെങ്കിലും ഒരു വസ്തു കയ്യിൽ പിടിക്കുന്നത് പോലെ ലാഘവത്വത്തോടുകൂടി, ഒരു കേവല താല്പര്യത്തോടുകൂടി, ഒരു തമാശയായി കണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദം. നിങ്ങൾ വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, നിങ്ങൾ കിതാബിനെ മുറുകെ പിടിക്കുക. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് അത് പുറത്തു പോവില്ല എന്ന ബോധ്യത്തോടു കൂടി. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖുർആൻ കൊണ്ടിട്ട് നന്നായിട്ട് കടിച്ചു പിടിക്കുകയാണോ? വീട്ടിൽ പോയിട്ട് ഖുർആൻ കടിക്കാനായി പറഞ്ഞതിന്റെ അർത്ഥം അല്ല. നിങ്ങൾ ഖുർആനിന്റെ റോൾ മോഡലുകളാവണം. അപ്പൊ ഈ കുട്ടികള് ഒരു പ്രാവശ്യം ഖത്തം തീർത്തില്ലേ, ഇനി എപ്പോഴും ഖത്തം തീർക്കും അവര്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കണം, എന്റെ കുട്ടി ഇനിയും 2-3 വർഷങ്ങൾ കൊണ്ട് ഖത്മുൽ ഖുർആൻ നടത്തണം. ഇനി ആര് നടത്തും? കാരണം സ്കൂൾ കഴിയാൻ പോവുകയാണല്ലോ. ഇവിടുന്ന് 3 കൊല്ലം കഴിഞ്ഞാൽ പുറത്തേ അടിയില്ലേ. പിന്നെ ആര് നടത്തി കൊടുക്കും? നിങ്ങൾ നടത്തണം, രക്ഷിതാക്കൾ നടത്തണം. എന്റെ കുട്ടി ഖത്മുൽ ഖുർആൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടി ഖത്മുൽ ഖുർആൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഖത്മുൽ ഖുർആൻ നടത്തണം. നിങ്ങൾ അടുക്കളയിലും ടിവിയിലും മൊബൈലിലും കെട്ടിമറിഞ്ഞ് സഫ മറവ ജ്വല്ലറി ടെക്സ്റ്റൈൽസ് അതിന്റെ തവാഫും ഇങ്ങനെയാണല്ലോ. നമ്മളുടെ തുണിഷാപ്പിന്റെയും ജ്വല്ലറിയുടെയും ഇടയിലൂടെ ഹാജറമാരായിട്ട് ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ പുതിയത്, എന്തൊക്കെ മോഡലുകൾ, ഏതൊക്കെ കോലത്തിലുള്ളത്. നിങ്ങളുടെ കുട്ടി ഭാവിയിൽ ഓതില്ല, ഗ്യാരണ്ടി തരാൻ. നിങ്ങളുടെ കുട്ടി നിങ്ങളെ കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. നിങ്ങളുടെ കുട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഉസ്താദായി, ഏറ്റവും നല്ല രക്ഷിതാവായി ഉപ്പയും ഉമ്മയും മാറുക. നിങ്ങൾ ഓതുക. വാപ്പ ഓതട്ടെ ഖുർആൻ, ഉമ്മയോതട്ടെ ഖുർആൻ. പണ്ട് ഞാൻ സുൽത്താൻ ഒരു പള്ളിയിൽ ഇമാമായിട്ടൊക്കെ നിന്നിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ പള്ളിയിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി. ഇവൻ സ്ഥിരമായിട്ട് പള്ളിയിൽ ജമാഅത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പള്ളിയിൽ വരും. ഇവന്റെ ഉപ്പ വരൂല, ഇവൻ ഭയങ്കര നിസ്കാരാ. അല്ല അപ്പൊ നമ്മൾ ഇവന്റെ ഉപ്പനെ കണ്ടിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെ കുട്ടി ഭയങ്കര ഉഷാറുള്ള, നിങ്ങളെ പള്ളിയിൽ ഒന്ന് കാണാം, നിങ്ങളെ കുട്ടിയാണെങ്കിൽ സ്ഥിരമായിട്ട് പള്ളിയിൽ. അയാള് പറഞ്ഞേ, സലീം സാഹിബേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്റെ അത്ര വലിപ്പായ ഓൻ ആ പരിപാടിയൊക്കെ നിർത്തിക്കോളും. ആ പരിപാടിയൊക്കെ ഇന്റെ അത്ര വലിപ്പവും ജയിലൊക്കെ വന്ന ആ പരിപാടി നിർത്തിക്കോളും. ഇപ്പൊ നിങ്ങൾ അന്തം വിടണ്ട, ഇവനെ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഈ അമാനത്തിനെ, ഈ സൗന്ദര്യത്തെ, നിങ്ങളുടെ അള്ളാഹുവിന്റെ ഔദാര്യത്തെ, സമ്മാനത്തെ, ഹബലീമില്ലതും കദുരിയത്തും തൊയ്യബ്, എനിക്കൊരു സമ്മാനം തരണം എന്നാ കുട്ടിനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹബലീമില്ലതും കദുരിയ, എനിക്ക് നല്ലൊരു കുട്ടിയെ ഒരു സമ്മാനമായിട്ട് കൊണ്ടാ. നമ്മൾ ആഗ്രഹിച്ചതല്ല ഇത്. ഈ അമേരിക്കയിൽ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ മാതാപിതാക്കൾക്കെതിരെ കുട്ടി കേസ് കൊടുത്തു. എന്റെ സമ്മതമല്ലാതെ എന്തിനെങ്ങൾ എന്നെ ഉണ്ടാക്കാൻ പോയതെന്ന് വെച്ചിട്ട്. ഇതാണ് കേസിന്റെ മർമ്മം. എന്റെ സമ്മതമല്ലാതെ നിങ്ങൾ എന്തിനെങ്കിലും ഞാൻ കെട്ടിത്തൂങ്ങും, നിങ്ങളെ ജയിലിലാക്കും, നിങ്ങളെ പാഠം പഠിപ്പിക്കും, എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ കുട്ടിക്കെതിരെ അങ്ങോട്ടും കേസ് കൊടുക്കാം. അച്ഛനും അമ്മക്കും എന്റെ സമ്മതമല്ലാതെ ഞങ്ങളെ കുട്ടിയായിട്ട് നീ എന്തിനു പറഞ്ഞു? നമ്മൾ ആഗ്രഹിച്ചതല്ല ഇത്. നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ സമ്മാനമാണ്, അവന്റെ കാരുണ്യമാണ്. അവൻ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള വലിയ അമാനത്താണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? പറഞ്ഞതിന്റെ ചുരുക്കം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഈ കുട്ടികളെ ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവർക്ക് ഖുർആനുമായിട്ട് എനിക്ക് ധാരാളമാണ് അറിയാം. ഖുർആനൊക്കെ ഹിഫ്ള് ചെയ്ത് പിന്നീട് ഒരു അഡ്രസ്സും ഇല്ല. ഒരു ഇമാമത്തിനും അവനെ നിർത്താൻ കഴിയില്ല. അവന്റെ കയ്യിൽ നിന്നതൊക്കെ ചോർന്ന് തകർന്ന് തളർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഖുർആനിന്റെ ഓരോ ആയത്തുകളെയും പരിഹസിക്കുന്ന ഘടകങ്ങളിലേക്കടക്കം ഇവർ കടന്നു പോകുന്ന കാഴ്ചകൾ. അതുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും പ്രിയപ്പെട്ട അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആനിന്റെ ജീവിക്കുന്ന
റോൾ മോഡലുകളായി, മമ്മൂട്ടിയായി, മോഹൻലാലായി, മെസ്സിയായി, റൊണാൾഡോയായി നിങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഖുർആന്റെ മമ്മൂട്ടി, ഖുർആന്റെ മോഹൻലാൽ. കാരണം കുട്ടികൾക്ക് ഇതൊക്കെയുള്ളപ്പോ റോൾ മോഡല്. മെസ്സിന്റെ കുപ്പായ കിട്ടിട്ട് നമ്മളെ കുട്ടികൾ വരിക, മെസ്സി ഒന്ന് നിസ്കരിക്കാൻ, റൊണാൾഡോ ഒന്ന് നിസ്കരിക്കാൻ, പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോയപ്പോഴേ, കാരണം എല്ലാവരും ഇട്ടിരിക്കുന്ന കുപ്പായ, സലാഹുണ്ട്, എംബാപ്പുണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കുപ്പായ ഇട്ടിട്ട് വന്ന് നിസ്കരിക്കാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇവരുടെ റോൾ മോഡൽ. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആധുനികകാരൻ. നേരത്തെ ആ ചർച്ചയിൽ വന്നല്ലോ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് PTP സാജിദ സാഹിബ് നമ്മളോട് പറഞ്ഞല്ലോ, വളരെ മാരകമായി നമുക്ക് ഒരു മോഡലും നൽകാൻ അർഹതയില്ലാത്ത തനി വിഡ്ഢിവേഷങ്ങൾ, വൈകൃതങ്ങൾ, പേക്കോലങ്ങൾ വലിയ ഹീറോമാരായി ഊതി വീർപ്പിച്ച് സോഷ്യൽ മീഡിയകൾ മുതൽ നമ്മുടെ ബിഗ് സ്ക്രീനുകൾ മുതൽ നമ്മുടെ മറ്റു സംവിധാനങ്ങളിലൂടെ അടക്കം അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടികൾക്ക് ഹീറോ ഉമ്മയും ഉപ്പയും അധ്യാപകരുമാവണം. അവരെ കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപ്പ ഉമ്മ, അത് ഞാൻ അധ്യാപകരെയും ഭയങ്കര പണിയാണത്. ഈ ഒരു 2 വയസ്സ് 3.5 4 വയസ്സിന്റെ ഇടയിലുള്ള ഈ കുട്ടികളെ ഈ അക്ഷരങ്ങളിലൂടെയും അതിന്റെ വാക്കുകളിലൂടെയും അതിന്റെ വാചകങ്ങളിലൂടെയും അതിന്റെ സൂക്തങ്ങളിലൂടെയും സൂറകളിലൂടെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വശത്ത് എളുപ്പമായിരിക്കെ തന്നെ കഠിനാധ്വാനം ആവശ്യമുള്ളതാണ്. അധ്യാപകരെ നിങ്ങൾ എന്തെന്നില്ലാത്ത വണ്ണം ബഹുമാനിക്കണം. പ്രത്യേകിച്ചും ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ടീച്ചർമാരെ, ഉസ്താദ് മാസ്റ്റർമാരെ വളരെ പ്രത്യേകം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പരിഗണനകൾ, വലിയ എന്താ പറയാ അഭിനന്ദനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങളുടെ പിഞ്ചുകുട്ടികളുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും ഖുർആനിന്റെ വചനങ്ങളെ നിക്ഷേപിക്കുന്നവരാകുന്നു ഇവർ. എന്തുകൊണ്ട്? അതുകൊണ്ട് ആ അധ്യാപകർ എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിക്കുന്ന നിങ്ങൾക്കും പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമന്മാർ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത്. മൂന്നാമത്തത് ഇതിന്റെ സംഘാടകർക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ട്. വർത്തമാനകാലത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ, ആ പ്രസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അടക്കമുള്ള ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കച്ചവട സ്ഥാപനമല്ല, ഇതൊരു വരുമാനത്തിനുള്ള മാർഗമല്ല, ഇത് മറ്റേതെങ്കിലും ഒരു അർത്ഥത്തിൽ പേരെടുക്കാൻ നടത്തുന്ന സ്ഥാപനമല്ല. ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ മനസ്സിൽ ഇസ്ലാം ഉണ്ടാവണം. അങ്ങനെ ഇസ്ലാം പുറത്തേക്ക് വരണം. അവന്റെ കുടുംബം ഇസ്ലാം ആവണം. കുടുംബം ഇസ്ലാമായാൽ അയൽപക്കങ്ങൾ ഇസ്ലാം ആവണം, നാട് ഇസ്ലാം ആവണം. മനുഷ്യ സമൂഹം ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ സമാധാനവും ഇസ്ലാമിന്റെ മൂല്യങ്ങളുമൊക്കെ അനുഭവിക്കണം. ഇത്രയും വലിയ ആഗ്രഹത്തോടുകൂടി ഗംഭീരമായ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതൊരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു കേവല മതസംഘടനയല്ല, അതൊരു വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയല്ല, മറിച്ച് മഹാപ്രവാചകന്മാർ നിർവഹിച്ച ഹിറയുടെ അകത്തളങ്ങളിൽ നിന്ന് ഖുർആനെ നെഞ്ചിലേറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഖുർആൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ജിബ്രീലിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ വായിക്കണം. സൂറത്തുൻ നജ്മിലും സൂറ ബഖറയിലും ഒക്കെ, അതുപോലെ ഇസ്രാ മിഅ്റാജും ഒക്കെ കഴിഞ്ഞല്ലോ, ശവ്വാലിലൊക്കെ. ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി പറയുന്നുണ്ട്, ജിബ്രീലിനെ ഞാൻ 2 പ്രാവശ്യമാണ് ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. ശരിയായ രൂപത്തിൽ, പല രൂപത്തിലും ജിബ്രീൽ വന്നിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് റസൂൽ പറയുന്നു, ഹിറയിൽ ജബലുന്നൂറിൽ ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആകാശത്തെ മുഴുവൻ മറയ്ക്കുന്ന ചിറകുകളുമായി ഗംഭീരനായ ജിബ്രീൽ ആകാശത്തിൽ ഈ സയൻസിലൊക്കെ ഉണ്ട് 93 കോടി ബില്യൺ പ്രകാശവർഷം ദൂരമുള്ള സ്പേസ്, അന്തരീക്ഷമാണ് നമ്മുടെ ബൈനോക്കുലറുകളൊക്കെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിന്റെ അപ്പുറം എടുക്കാൻ കഴിവുള്ള സാധനങ്ങൾ ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല. ഭയങ്കര ചെലവാ. 93 കോടി ബില്യൺ അല്ല ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം. പ്രകാശവർ അതിന്റെ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേറെ പഠിക്കാം. ആ ചക്രവാളത്തെ മുഴുവൻ മറച്ചുകൊണ്ട് ഗംഭീരനായി ജിബ്രീൽ വന്നിട്ട് ആകാശലോകത്തെ മുഴുവൻ മൂടി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ജിബ്രീൽ. من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه هدى وبشرى للمؤمنين. ആരാണ് ജിബ്രീലിന്റെ ശത്രു? ഈ മാലാഖ ജിബ്രീൽ കൊണ്ടുവരുന്ന വാക്കുകൾ അബൂലഹബിനെ തകർക്കുന്നു, അബൂജഹലിനെ തകർക്കുന്നു, വലീദ് ഇബ്നു മുഗീറയെ ഇളക്കുന്നു, അബൂ സുഫിയാന് പ്രശ്നമാകുന്നു, ഹിന്ദിന് പ്രശ്നമാകുന്നു, റോമിനും പേർഷ്യക്കും ഒക്കെ പ്രശ്നമാകുന്നു. അതുകൊണ്ട് അവർ ജിബ്രീലിനെ ശത്രുവായി സങ്കല്പിച്ച് ആ ജിബ്രീലാണ് ഖുർആൻ ഇട്ട് വരുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ വരുന്നത്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്?
വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രഭാഷണമുണ്ട്. ഖദ് അലല്ലക്കും ശഹ്റുൻ അളീം. അതിഗംഭീരമായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് തണലിട്ട് തന്നിരിക്കുന്നു. ഗംഭീരമായ ഒരു മാസം. നമുക്ക് ആർക്കാ തണലാവശ്യം ഉണ്ടാവുക? ചൂടിൽ നിൽക്കുന്നവന്, പൊള്ളുന്നവന്, വിയർക്കുന്നവന്, നീന്തിക്കൊണ്ടിരിക്കുന്നവന്, മരുഭൂമിയിൽ വെന്തുകൊണ്ടിരിക്കുന്നവന്, മല കയറാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവന്, കടൽ നീന്തി കയറാൻ കഴിയാത്തവന്, അവനാണ് തണലാവശ്യമുള്ളത്, തലോടൽ ആവശ്യമുള്ളത്, ഒരാശ്വാസം ആവശ്യമുള്ളത്. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിൽ നിന്ന് പാറയിൽ കൃഷി ചെയ്ത പോലെയാ. കുറച്ച് വിത്തൊക്കെ മുളച്ച് ബാക്കി മുഴുവൻ ഒലിച്ചുപോയി. അബൂബക്കറും ഉമറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ബിലാലും ബിലാലും അമ്മാറും സുമയ്യൊക്കെ കിട്ടി. പക്ഷെ ധാരാളം ആളുകൾ പ്രവാചകനെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ നിന്ന് ഹിജ്റ പോകാൻ തീരുമാനിക്കുന്നത്. മദീനയിൽ വരുന്നു. മദീനയിൽ വന്നപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുന്നത്? മദീന വേറെ ഒരു ലോകമാണ്, മക്ക പോലെയല്ല. മക്കയിലെ ഖുറൈശികളും കുടുംബക്കാരും എളാപ്പാരും മൂത്താപ്പാരും ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെയാണ് എതിരാളികളായിട്ടുണ്ടായിരുന്നത്, വേറെ ആരുമില്ല. പക്ഷേ മദീനയിൽ വന്നപ്പോൾ നമ്പർ 1 രാജവെമ്പാല യഹൂദൻ കൊടിയ വിഷവുമായി അണലിയും രാജവെമ്പാലയും ചേർന്നാൽ എന്താകുമോ അതാണ് യഹൂദൻ എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ യഹൂദനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിലെ എപ്സ്റ്റീൻ ഫയലിന്റെ കാർമ്മികത്വവും അതിന്റെ റിമോട്ടും പ്രൊജക്റ്റും ഒക്കെ ഇസ്രായേൽ യഹൂദനുമായി ബന്ധപ്പെട്ടത്. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ആ യഹൂദനാണ് മദീനയിലെ ഹീറോ. ആ യസ്രിബുകാരെ, അൻസാറുകളെ, ഗസ്റജുകാരെ ശിഥിലീകരിച്ച് തകർത്ത് കടക്കടിയിൽ വീഴ്ത്തി കൃഷിയും കമ്പോളവും ഒക്കെ പിടിച്ച് മതപരമായ അന്ധവിശ്വാസങ്ങളൊക്കെ പകർത്തി ആയുധ കച്ചവടമൊക്കെ നടത്തി മദീനയിലെ വല്യോമാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നത്. അങ്ങനെ മക്കക്കാരെ നേരിട്ട പോലെ നേരിടാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ എപ്സ്റ്റീനും നെതന്യാഹുവും എന്ന് പറയുന്നത്, യസ്രിബിലെ യഹൂദൻ എന്ന് പറയുന്നത്. അവിടെ ആ സാധനമുണ്ട്, കൊടിയ വിഷമുള്ള അതിഭീകരമായ പ്രവണതകളുള്ള യഹൂദൻ. രണ്ടാമത്തെ വേറൊരു കൂട്ടരുണ്ടായിരുന്നു, മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ട്. അത് മക്കയിൽ ഉണ്ടായിരുന്നില്ല. പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ മുന്നിൽ വരും, ഹജ്ജിനൊക്കെ നേരത്തെ കാലത്തെ പുറപ്പെടും. ഓലെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട അവർക്ക് ഭയങ്കര ഈമാനുള്ളവരാണ്. മഹായുദ്ധങ്ങൾക്ക് പുറപ്പെടുമ്പോൾ പോലും അതിന് 350 എണ്ണം പിരിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. ഒറ്റുകൊടുക്കും, അടിവലിക്കും, കാലെടുത്ത് ചതിക്കും, രാത്രിയിൽ പറ്റിക്കും. ചോറ് ഇവിടെയും അവിടെയും കൊടുത്ത് പ്രവാചകനെയും അനുചരന്മാരെയും ഒറ്റുകൊടുക്കുന്ന മുനാഫിക്കുകളുടെ സംഘം ഗസയെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്, ഫലസ്തീനെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്, അറബ് ലോകത്തെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്, മുസ്ലിം സംഘടനകളെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്, മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആളല്ല. വർത്തമാനകാലത്തുള്ളതുപോലെ അന്ന് പ്രവാചകൻ മദീനയിൽ മുനാഫിക്കുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ശത്രുക്കളൊക്കെ ഗത്ഫാൻ, ബനൂ നദീറ, ബനൂ ഖുറൈള, ഖുറൈശികൾ, റോം, പേർഷ്യ, സിറിയ, അങ്ങനെ വലിയ ശത്രുക്കളുടെ സന്നാഹം. ഇതൊക്കെ ഉള്ളൊരു ഘട്ടത്തിലാണ് അല്ലാഹു എന്ത് പറയുന്നത്? ഖദ് അലല്ലക്കും ശഹ്റുൻ അളീം. നിങ്ങളെ സഹായിക്കാൻ ഈ മുനാഫിക്കുകളില്ല, നിങ്ങൾക്ക് തണൽ നൽകാൻ ഈ യഹൂദന്മാര് തീരുമാനിച്ചിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും നരേന്ദ്രമോദിയും നിങ്ങളെ തഴുകിത്തലോടാൻ തീരുമാനിച്ചവരല്ല. നിങ്ങളെ ഇരുട്ടിൽ നിർത്തി, നിങ്ങളെ വിയർപ്പിച്ച്, നിങ്ങളുടെ രക്തവും ജീവനും ആദർശവും അവകാശങ്ങളും എത്ര തന്ത്രപരമായി കവർന്നെടുക്കാൻ പറ്റുമോ അതിനുള്ള മാരകമായ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ ഘട്ടത്തിലാണ് എന്താ പറയുന്നത്? അത് അതല്ലക്കും. നമുക്ക് ഇപ്പൊ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതായാലും 9, 10, 11 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു റമദാൻ മാസം വരും, അത് ഉറപ്പ്. ആ വന്നാൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടി അതിന്റെ കൂടെ അങ്ങോട്ട് പുറപ്പെടും. എന്നിട്ട് നമ്മളെ വീട്ടില് 5 നേരം തിന്നുന്ന സാധനം 2 നേരം അല്ല, കണ്ണൂരൊക്കെ പിന്നെയും തോന്നില്ല. 5 നേരമൊക്കെ കുഞ്ഞിത്തോറുണ്ട്, വലിയ തുറണ്ട്, പിന്നെ ഒരു ഇടത്തരം തുറ, ഇഫ്താർ ഉണ്ട്, അങ്ങനെയൊക്കെയല്ലേ. ആദ്യം തന്നെ ഒരു കുഞ്ഞിത്തോറ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ തുറക്കാൻ പോയിട്ട് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. കുഞ്ഞിത്തോറ തന്നെ വമ്പം തുറയാണ്, അക്ബർ തുറയാണ്. ഇനി പിന്നെ ഇത് 2ാമത്തെ തുറ. അപ്പൊ 2ാമത്തേന് പോയോക്കും അതിനേക്കാൾ ഗംഭീരമാണ്. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിന്നെ വേറൊരു സാധനം കൂടി, അത് കഴിഞ്ഞ് തറാവീഹൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വേറെ ഒരു സാധനം, പിന്നെ കിടക്കണതിന്റെ മുമ്പ് ഒരു ഗ്ലാസ് വേറെ, പിന്നെ കിടന്ന് അത്താഴത്തിന് എണീക്കുമ്പോ വേറെ, ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്. അപ്പോ 5 നേരം തിന്നുന്ന സാധനം 2 നേരം തിന്നുകൊണ്ട് അത്ഭുതം കാണിക്കുന്ന അഭ്യാസമായി റമദാനിനെ മാറ്റിയെടുക്കുന്നവർ. തിന്നാനല്ല റമദാൻ, അനുവദനീയതകളുടെ ആധിക്യത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ഹറാമുകളെ നിയന്ത്രിക്കാനല്ല മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്. അനുവദിക്കപ്പെട്ടതിനെ തന്നെ പാകത്തിൽ അളവ് പാകപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ. പോട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ മാസം നമ്മളൊരു കേവല മാസമായി
മാസമായിട്ട് കാണുന്നതിന് പകരം ഈ മാസം നിങ്ങൾക്കിതാ തണലിട്ട് തന്നിരിക്കുന്നു. അലല്ലക്കും ഷഹറുൻ അളീം, ഗംഭീരമായ മാസമാണിത്. പിന്നെ റസൂൽ പറയുന്നുണ്ട് ഷഹറുൻ മുബാറക, അനുഗ്രഹങ്ങളുടെ മാസമാണിത്. നിങ്ങളുടെ പൗരത്വം, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ സംവിധാനങ്ങൾ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല, കരുണാവാരിധിയായ അല്ലാഹു അല്ലാതെ. ഷഹ്റു റഹ്മ, കാരുണ്യത്തിന്റെ മാസമാണിത്. ഷഹ്റു സബർ, സബറിന്റെ മാസമാണിത്. അസ്യാമു ജന്ന, നോമ്പ് കവചമാണ്, പരിചയാണ്, പ്രതിരോധമാണ്, തടുക്കാനുള്ള ആയുധമാണ്, ഏതൊരു വിഷാദിനെയും നേരിടാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്ന. ഇപ്പൊ റമളാനിലെ ഹീറോ നേരത്തെ സൂചിപ്പിച്ച ഖുർആനാണ്. റമളാനില് വരേണ്ടത് എന്താ? ആ റമളാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, പരിശുദ്ധ റമളാനിലാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനുമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്കും ഖുർആനിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇഖ്റ, വായിക്കുക. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വായിക്കലുണ്ടോ? ഇപ്പോ ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കലുണ്ടോ? ആരാ വായിക്കല്? ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്കുക. എന്താ നിങ്ങൾ വായിക്കല്? ഒന്നും വായിക്കല്ലേ. നിങ്ങളെ മക്കള് വായിക്കലുണ്ടോ? ഇല്ല. മരുമകൻ വായിക്കലുണ്ടോ? മരുമോള് വായിക്കലുണ്ടോ? മൂത്ത വായിക്കലുണ്ടോ? ഇള വായിക്കലുണ്ടോ? വാപ്പ വായിക്കലുണ്ടോ? പുതിയാപ്പള വായിക്കലുണ്ടോ? ഖുർആൻ ആദ്യം നിസ്കരിക്കാനും നോമ്പ് വെക്കാനൊന്നുമല്ല, ഇഖ്റ, വായിക്കുക. എങ്ങനെ വായിക്കണം, എന്തിനു വായിക്കണം, ഏതൊക്കെ വായിക്കണം എന്നുള്ളതൊക്കെ അതിന്റെ ആഴങ്ങളിലുണ്ട്. വെറും ഖുർആൻ ഓതുന്നതിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് വിവരമുണ്ടാവാൻ, അറിവുണ്ടാവാൻ, ബോധമുണ്ടാവാൻ, ചിന്തയുണ്ടാവാൻ, നിലപാടുണ്ടാവാൻ, തിരിച്ചറിയാൻ, നന്മയും തിന്മയും എന്താണ് എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ നിങ്ങൾ വായിക്കുക. മലക്ക് ജിബ്രീൽ വന്നിട്ടേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അന്നാണ് ജിബ്രീലിനെ ഏറ്റവും സുന്ദരമായിട്ട് കണ്ടത് എന്നാ. ആ ജിബ്രീലും മലക്കോ തനസ്സലുൽ മലായികതു വറൂഹു ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ജിബ്രീലും മലക്കുകളും ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി നമ്മുടെ മാട്ടൂലിന്റെയും മാടായുടെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏഷ്യയുടെയും ഭൂമിയുടെയും അടുത്തേക്ക് ജിബ്രീലും മഹാസംഘങ്ങളും ഇറങ്ങി വരും. യൻസിലുല്ലാഹു തബാറക തആല ഇലാ സമാഇദ് ദുനിയ, നമ്മുടെ തൊട്ടടുപ്പ്. എങ്ങനെ ഉണ്ടാവും? കണ്ണൂര് ആര് വന്നു? പ്രധാനമന്ത്രി വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവല്ലേ. ഇനി മെസ്സി വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ ഒന്നായിട്ട് പോകും. മമ്മൂട്ടി വരണ്ടെന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് പോകും. ഇവിടെ വരണമെന്നില്ല, കണ്ണൂർ വന്നാൽ മതി. അല്ലെങ്കിൽ കാസർഗോഡ് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുന്ന് പുറപ്പെടും, എല്ലാം കൂടി എടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന്. കരുണാവാരിധിയായ അല്ലാഹു, ഈ മഹാപ്രപഞ്ചങ്ങളുടെ നാഥൻ, നമ്മളുടെ തൊട്ടടുത്ത ഭൂമിയിലേക്ക്. എന്നിട്ട് ജിബ്രീൽ വന്നിട്ട് നോക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യണമെന്ന്. അപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ട നിങ്ങളൊക്കെ? രാത്രിയില് റസൂൽ തിരുമേനി പറഞ്ഞു, അല്ലാഹു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ മനോഹരമായി കാണിച്ചു കൊടുക്കുക അല്ലാഹുവിന്. സുജൂദിൽ, റുകൂഇൽ, തിലാവത്തുകളിൽ, തൗബയിൽ, ഇസ്തിഗ്ഫാറിൽ, പ്രാർത്ഥനകളിൽ, തഹ്മീദുകളിൽ, തഹ്ലീലുകളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും സ്മരണയും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് രാത്രികളിൽ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. അല്ലാഹു പറയും, കണ്ട മലക്കളോട് പറയുന്നു, നിങ്ങളല്ലേ പറഞ്ഞ ഇവൻ കുഴപ്പമുണ്ടാക്കുന്നു, അടിച്ച് പൊളിച്ച് തകർത്ത് നാശിപ്പിച്ച് എല്ലാം ഒന്നിനും കൊള്ളാതാക്കി മാറ്റുന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്. നിന്നെ സ്തുതിക്കാനും വാഴ്ത്താനോ മനുഷ്യന്മാർക്ക് അതിനൊന്നും നേരണ്ടല്ലോ. ഒരു ടിവിയും മൊബൈലും സിനിമയും കളിയും സ്പോർട്സും അതോ രാഷ്ട്രീയവും കുടുംബവും തറവാടും തക്കാടും ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പരക്കം പായിരിക്കും. നിന്നെ ഓർക്കാൻ, നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ, നിന്നെ വാഴ്ത്താൻ അവർക്ക് സമയം ഉണ്ടാവില്ല. ഇതാ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ റമളാനിൽ നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ഖുർആൻ കൊണ്ട് മനോഹരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക. നോമ്പു തുറക്ക വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മനോഹരമായി വിശുദ്ധ ഖുർആനിന്റെ പലഹാരങ്ങൾ വീടുകളിൽ നിറയട്ടെ. അത് വിളമ്പി, അത് വിതരണം ചെയ്ത്, അത് കഴിച്ച്, അതിൽ കിടന്ന്, അതിൽ നടന്ന്, അതിലുറങ്ങി ആ ഖുർആനിലൂടെ നമ്മുടെ മക്കൾ വിശുദ്ധ ഖുർആനിന്റെ ഈ മഹാ അനുഗ്രഹങ്ങളുടെ ഘട്ടത്തിൽ വളരെ മനോഹരങ്ങളായ വ്യക്തിത്വങ്ങളായി പാറിക്കളിക്കുന്ന, എഴുന്നേറ്റ് നിൽക്കുന്ന. എന്നിട്ടാ റസൂൽ പറഞ്ഞത് 1000 മാസങ്ങളെക്കാൾ കരുത്തുള്ള ഒരു രാത്രിയുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയാം നിങ്ങൾക്ക്? അതിവേഗതയിൽ കഠിനമായി അധ്വാനിച്ചാൽ പോലും നമുക്കാരെ ഇപ്പൊ തോൽപ്പിക്കാൻ RSSലേക്ക് എങ്ങനെ തോൽപ്പിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? കപടന്മാർ, ചതിയന്മാർ, കള്ള അജണ്ടകൾ, ഇസ്രായേല്, അമേരിക്ക, മനുഷ്യരോടൻ അവരോടൻ അവർക്കൊരു ബാധ്യതയില്ല, പിന്നില്ലേ ബാക്കിയുള്ളവരോട്. ഇത്രയും അപകടകരമായ സംഘത്തെ, അതിന്റെ സംവിധാനങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും? അല്ലാഹു പറയണം, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. നിങ്ങളെ കയ്യിൽ ഇതാ ഖുർആൻ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ ഉപയോഗിച്ച് നിങ്ങൾ സമരം ചെയ്യൂ. ഈ ഖുർആനിനനുസരിച്ചുള്ള ജീവിതം കൊണ്ട് നിങ്ങൾ നിങ്ങളെ അലങ്കരിച്ച് ഈ ഖുർആനിനെ ആയുധമാക്കി
ലോകത്തിലെ എല്ലാ എന്റെ ഉമ്മാർക്കും പെങ്ങന്മാർക്കും ഒക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും. സയനിസം, ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, ഫാസിസം, നാസിസം, ലിബറലിസം, കമ്മ്യൂണിസം, സകല മനുഷ്യത്വ വിരുദ്ധ സംവിധാനങ്ങളെയും ഖുർആൻ കൊണ്ട് പോരാടി നിങ്ങൾ അഭിമുഖീകരിക്കണം. അതിനെ നിങ്ങൾക്ക് ഖുർആൻ എന്ത് ചെയ്യും? ഖുർആൻ നിങ്ങൾ കയ്യിലെടുത്താൽ എന്താ സംഭവം എന്ന് പറയോ? മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾ പവർ ഹൗസ് ആയിട്ട് മാറും. എന്തെന്നില്ലാത്ത കരുത്തുള്ളവരായിട്ട് നിങ്ങൾ മാറും. അങ്ങനെയാണ് റസൂലിന് സംഭവിച്ചത്. ചരിത്രം പഠിക്കുന്നവരൊക്കെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഈ മുഹമ്മദ്, ഈ മക്ക, ഈ മദീന, ഇന്നലകളിൽ ഒരു നാഗരികതയും പാരമ്പര്യം. നിങ്ങള് ചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഈജിപ്തിന്റെ ചരിത്രമുണ്ട്, സിറിയക്ക് ചരിത്രമുണ്ട്, ഇറാഖിന് ചരിത്രമുണ്ട്, അതുപോലെ തന്നെ യമന് ചരിത്രമുണ്ട്, പാകിസ്ഥാനും ഇന്ത്യക്കൊക്കെ ചരിത്രമുണ്ട്, ചൈനക്ക് ചരിത്രമുണ്ട്. മക്കനെ മദീനെ അതിലൊന്നും നിങ്ങൾ വല്ല കാണൂലേ? ആകെ കൂടി കാണാം ഇബ്രാഹിം നബിന്റെ കാലത്ത് ഹാജറിനെ കൊണ്ടുവന്നു ഇസ്മായിലിനെ അവിടെ വെച്ച്, എന്നിട്ട് സംസമിന് ചുറ്റും സംസമിന് വേണ്ടി പാഞ്ഞ് ഹജ്ജിന് വേണ്ടി ആളെ വിളിച്ചു എന്നുള്ളത് മാത്ര. വലിയ രാജ്യമായി, വലിയ നാഗരികതയായി, മഹാസംവിധാനമായിട്ടൊന്നും മക്കയും മദീനയും ചരിത്രത്തിൽ എവിടെയും സ്ഥാനം പിടിച്ചിട്ടില്ല. അതേസമയം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച വലിയ നാഗരികതകൾ, വലിയ സമൂഹങ്ങൾ, വലിയ രാഷ്ട്രങ്ങൾ, ഭരണകൂടങ്ങൾ, ഇതൊന്നുമില്ലാത്ത മക്കയും മദീനയും 23 വർഷം കൊണ്ട് 1500 വർഷങ്ങളായി നിലനിൽക്കുന്ന വലിയ ഒരു സംസ്കാരത്തിന്, വലിയ ഒരു സംവിധാനത്തിന്, വലിയ ഒരു ദർശനത്തിന്, അള്ളാഹുവിന്റെ ദീനിന് എങ്ങനെയാണ് കരുത്തു പകർന്ന് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് അതിശയത്തോടുകൂടി എല്ലാവരും ചോദിക്കുന്നുണ്ട്. നിനക്ക് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് മുഹമ്മദ് ഭയങ്കര തന്ത്രജ്ഞനായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമാനായിരുന്നു, കൂർമ്മ ബുദ്ധിയായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് വർക്ക് ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് പലരും ഭൗതികമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ മറുപടി അതല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരെ വളർത്തിയത്, അവരെ സംരക്ഷിച്ചത്, അവരെ പടർത്തിയത്, അവർക്ക് ഊർജം പകർന്നത് ഖുർആനായിരുന്നു. നബിയെ കുറിച്ച് ചോദിച്ചില്ലേ ആയിഷ ബീവിനോട്, എന്താ നബി? അൽ ഖുർആൻ. ഓതുന്ന ഖുർആനല്ല, നടക്കണ ഖുർആൻ, ഇരിക്കണ ഖുർആൻ, കിടക്കണ ഖുർആൻ, കല്യാണത്തിന് പോകുന്ന ഖുർആൻ, സൽക്കാരത്തിന് പോകുന്ന ഖുർആൻ, മരിച്ചിടത്ത് പോകുന്ന ഖുർആൻ, പാർട്ടി ഓഫീസിൽ പോകുന്ന ഖുർആൻ, പഞ്ചായത്തിൽ പോകുന്ന ഖുർആൻ, പള്ളിക്കൂടത്തിൽ പോകുന്ന ഖുർആൻ, ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഖുർആൻ, പടവെട്ടുന്ന ഖുർആൻ, സമാധാനം നടത്തുന്ന ഖുർആൻ, ജീവിക്കുന്ന ഖുർആനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഖുർആന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാലഘട്ടം വരും, റസൂല് പറഞ്ഞു, ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അക്ഷരത്തിലേ ഖുർആൻ ഉണ്ടാവുള്ളൂ. ഖുർആൻ അക്ഷരങ്ങളിലും ഡിജിറ്റലും പ്രിന്റും ഒക്കെ ആയിട്ട് നമ്മളെ വീട്ടിലുണ്ടാവും. എന്റെ ഉമ്മമാരോടും സഹോദരിമാരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ റമളാനിൽ നിങ്ങൾ ഖുർആനിനെ കയ്യിലെടുക്കുക. ഈ ഹവൻസിൽ നിന്ന് ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ച നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ ഖുർആനിന്റെ ഗംഭീരമായ കാഴ്ചകൾ നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ, നിങ്ങളുടെ കല്യാണം ഖുർആനാണ്, നിങ്ങളുടെ സൽക്കാരം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കല്യാണം നടക്കേണ്ടത് ഖുർആൻ പറഞ്ഞ മാതിരിയാ. ഒട്ടകപ്പുറത്ത് പുതിയാപ്പള പോയി, അതുപോലെ തന്നെ എന്താ പോയി നിക്കാഹിനൊക്കെ പോയാൽ നമ്മൾ ഇടങ്ങറാവിട്ടോ പോ. കാരണം കല്യാണം നിക്കാഹട്ട് എന്താ മഞ്ഞ കല്യാണം, വെളുത്ത കല്യാണം, ഉടുത്ത കല്യാണം, ഉടുക്കാത്ത കല്യാണം, പൊട്ടണ കല്യാണം, കീറുന്ന കല്യാണം, പൊളിക്കുന്ന കല്യാണം, അങ്ങനെയൊക്കെയാണ് പറയാ. എന്ത് ഖുർആനാണിത്? ഏത് ഖുർആനാണിത്? എവിടെയാണ് ഖുർആനിനെ നിങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ളത്? അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാനേ. നമ്മളൊക്കെ ഭയങ്കര ഖുർആന്റെ ആളുകളാണല്ലോ. എല്ലാവരും ഖുർആന് വേണ്ടിയിട്ടാണ്, ആനയാണ് ജനാണെന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഖുർആൻ അവിടെ നമ്മുടെ വീട്ടിലൊക്കെ അപൂർവമാണെങ്കിലും ഇപ്പൊ പിന്നെ സുലഭമാണ് കേട്ടോ. എനിക്ക് മറ്റേ ഇത് നടക്കും, ഏത് തൊലാക്ക്. പണ്ട് കുറവായിരുന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടവരൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എല്ലായിടത്തും തൊലാക്ക് കണ്ടമാനടയോ. കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ അവർ ചൊറിയാനും മാന്താനും തുടങ്ങി. എടാ, എടി, പോടാ, പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയാനും മാന്താനൊക്കെ തുടങ്ങി. 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ മുഖമൊക്കെ വിങ്ങി രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞ് വല്ല കീരിയും പാമ്പ് നിൽക്കണം മാതിരി നിൽക്കും. 3 കൊല്ലം 3 മാസം കൂടി മധ്യസ്ഥന്മാരൊക്കെ ഇറങ്ങുമ്പോഴേക്ക് രണ്ടു കൂട്ടരും ഈഗോ ആയിട്ടൊക്കെ എന്റെ പെണ്ണിനോട് ഓൻ അങ്ങനെ പറഞ്ഞു, എന്റെ മോനോട് ഓള ഉപ്പ അങ്ങനെ പറഞ്ഞു, ഓലോട് മദ്യം പറയാൻ വന്നതാ, ഇത് ഒന്നിപ്പിക്കാൻ വന്നവരെ വീണ്ടും വെട്ടിയിട്ട് 2 കഷ്ണാക്കി. 3 കൊല്ലം കൊണ്ട് പിന്നെ വിവാഹമോചനമായി. എത്ര കല്യാണങ്ങളാണ് തല്ലിപ്പിരിയണെന്നറിയോ നിങ്ങൾ? കണ്ടമാനം. ഇപ്പൊ ആണും പെണ്ണും ഒക്കെ ഭയങ്കര സംഭവമാണ്. അവര് രണ്ടുപേരും കൂടി തല്ലി പിരിഞ്ഞ് കല്യാണങ്ങൾ. ഇസ്ലാം അനുവദിച്ചതിൽ അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ളതാണ് തൊലാക്ക്. ചെല്ലാൻ പാടില്ലാന്നോ? നിക്കക്കള്ളിയില്ലാതെയാണെങ്കിൽ. നിങ്ങൾ ഖുർആനിൽ തഖ്വയെ കുറിച്ച് കേൾക്കണ്ടല്ലോ. തഖ്വയാണ് ഖുർആന്റെ മർമ്മം. തഖ്വ ഉണ്ടാകാനാണ് നോമ്പ്, തഖ്വ ഉണ്ടാകാനാണ് മാതാപിതാക്കളോട് വസിയ്യത്ത് ചെയ്യാൻ പറഞ്ഞത്, തഖ്വ ഉണ്ടാവാനാണ് പ്രതിക്രിയ നിർവഹിക്കാൻ പറഞ്ഞത്, യുദ്ധത്തിൽ പോലും തഖ്വ ആണെന്ന് പറഞ്ഞ് മൊത്തം തഖ്വ ഉണ്ടാകാനാണ് നോമ്പ്.
തഖ്വയുമായി ബന്ധപ്പെട്ട ഏറ്റവും രൂക്ഷമായ പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുള്ളത് വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോടില്ല. അതുകൊണ്ട് വിവാഹമോചനം അവസാനത്തെ കൈക്ക്, ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നമ്മുടെ ഈഗോക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അല്ലറ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തേണ്ട ഒന്നല്ല വിവാഹമോചനം. അള്ളാഹുവിനെ മുൻനിർത്തി എടിയും നരകത്ത് പോകും, ഞാനും നരകത്ത് പോകും. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്ക് സ്വർഗത്തിൽ പോകാൻ നല്ലത് നമ്മൾ പിരിയലാണ്. അതുകൊണ്ട് പിരിയാണ്. അങ്ങനെയാണ് പിരിയേണ്ടത്. അതാണ് തഖ്വ. ധാർമ്മികതയുടെ മൂല്യത്തിന്റെ പരലോക വിശ്വാസത്തിന്റെ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ നീയും ഞാനും നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് അസ്സലാമു അലൈക്കും മാന്യമായിട്ട് നമ്മൾ അപ്പൊ അങ്ങനെയല്ലല്ലോ. ഓൾക്ക് 100 പവൻ ഞാൻ മെഹറായിട്ട് കൊടുത്തിട്ടുണ്ട്, കള്ളം പറയാ. അപ്പൊ മറ്റേ ആള് പറയാ 200 പവൻ ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങോട്ട് കോടതിയിൽ കേസ്, കള്ളക്കേസ്, പോലീസ് സ്റ്റേഷൻ. വിവാഹമോചനത്തിന് വേണ്ടി അള്ളാന്റെ ആയത്തെ ചവിട്ടി മെതിച്ച് ആഴ്ത്തി എല്ലാ തട്ടിപ്പും പോട്ടെ. എന്നിട്ട് നിക്കാഹ് ത്വലാഖ് മർറത്താൻ, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ട് നിക്കാഹ് ത്വലാഖ് 2 വട്ടമാകുന്നു തിരിച്ചെടുക്കാൻ. നിങ്ങളെ വരയിൽ എവിടെയെങ്കിലും 2 വട്ടം ത്വലാഖ് കിടന്നുണ്ടോ? ത്വലാഖ് അല്ലേ പെണ്ണുങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അല്ലേ ഇവിടെ? നമ്മൾ ആരെങ്കിലും ഖുർആൻ പറഞ്ഞ മാതിരി അത്വലാഖു മർറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, നിങ്ങൾ 2 പ്രാവശ്യം ത്വലാഖ് ചെല്ലണം. എന്നിട്ട് നിർത്തുകയാണെങ്കിൽ ശരിക്കും നിർത്തുക, പറഞ്ഞയക്കുകയാണെങ്കിലും ശരിക്കും പറഞ്ഞയക്കുക. നിങ്ങൾക്ക് അവരടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് കയറില്ലാതെ കെട്ടിയിടരുത്. നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ മടിയായതുകൊണ്ട് അവരെ പറഞ്ഞയക്കാൻ മടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കള്ളക്കളി കളിക്കരുത്. വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ. 2 പ്രാവശ്യം ത്വലാഖിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഓതി നിങ്ങൾക്ക് മനസ്സിലാവൂത് ഖുർആൻ എങ്ങനെയുണ്ടെന്ന്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പിന്നെ സൂറത്ത് ത്വലാഖ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അധ്യായത്തിൽ പറയണ എന്താ? വലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന ഇല്ലാ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന. നിങ്ങളുടെ പെണ്ണിനെ, നിങ്ങൾ ത്വലാഖിയല്ലേ പെണ്ണിനെ, ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 പ്രാവശ്യം 2 പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സലാസത്ത് ഖുറൂഇൻ 3 മെൻസസ് കാലം തിരിയുന്നത് വരെ അവർ നിങ്ങളെ വീട്ടിൽ നിൽക്കണം. അവിടെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ത്വലാഖിൽ നിങ്ങൾ എങ്ങനെ കണ്ടില്ല? നിങ്ങളെ മകളെ, നിങ്ങളെ പെങ്ങളെ, നിങ്ങളെ ഉമ്മാനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ആരെങ്കിലും ത്വലാഖില്ലേ? അപ്പം പുതിയാപ്പിളന്റെ വീട്ടിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും മാട്ടൂരിലുണ്ടോ, മാടായുണ്ടോ, കണ്ണൂരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ ഇത്രയും കാലത്ത് അറിവിൽ ഖുർആനിനെ ഗണ്ഡിതമായി അടിവേരോടെ പിഴുതിറക്കുന്ന എന്ന് പറഞ്ഞ. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോണില്ല. അപ്പൊ ഖുർആൻ എവിടെ, നമ്മൾ എവിടെ? ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള വലിയ പരിശോധനകൾ നടത്തി നമ്മുടെ ജീവിതത്തെ ഖുർആനികമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗംഭീരമായ അവസരമാണ് ഈ റമളാന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ. നിങ്ങളുടെ കുട്ടികൾ ഖത്മുൽ ഖുർആൻ എടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘട്ടത്തിൽ ഖുർആനിന്റെ വീര്യമുള്ള റോൾ മോഡലുകളായി കുട്ടികളുടെ മുമ്പിൽ ഹീറോമാരായി നിങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന റമളാൻ മാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാഹകരും അതിന്റെ സംരക്ഷകനും അതിന്റെ പ്രയോക്താക്കളും റോൾ മോഡലുകളുമായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഹെവൻസ് പ്രീ സ്കൂളിന്റെ ഈ സന്തോഷകരമായ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിലൂടെ, നമ്മുടെ ഇണകളിലൂടെ നമ്മളെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിന് വേണ്ടി അല്ലാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ റഹ്മാനെ. ഖുർആനിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളും ഇണകളും മാതാപിതാക്കളും കുടുംബവും ജീവിതത്തിലെ എല്ലാ സംഗതികളും ഖുർആനികമായി രൂപപ്പെടാൻ എന്താണോ ഞങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നൽകി നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അനുഗ്രഹീതമായ റമളാൻ ഖുർആനിന്റെയും തഖ്വയുടെയും മാസമാണ്. അത് രണ്ടും ഇരുകൈകളിലും എന്തിക്കൊണ്ട് ഇഹലോകത്തും പരലോകത്തും നാളെ ഖബറിലും ബർസഖിലും മഹ്ശറയിലും നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കവചമായി ഖുർആനിനെയും റമളാനിനെയും തഖ്വയെയും ഒക്കെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ വാപ്പ ഉമ്മ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ഫീ ശഅബാൻ വബല്ലഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ബിസ്സിയാം വൽഖിയാം വതിലാവത്തിൽ ഖുർആൻ വസാരി അഅമാലി സ്വാലിഹാത്തി ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. آمين آمين يا رب.
Shukran Jazakallah. The words were very much touching, thought-provoking and enlightening to all of us as individuals, parents, management and teachers. We extend our heartfelt gratitude for your esteemed presence, valuable time and words. Thank you once again, sir. Next, I kindly call upon Mrs. Nafia Yusuf, PTA President, Heavens Preschool Matul for the felicitation address. Please, ma'am. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ മഹത്തായ വേദിയിൽ സാന്നിധ്യം അർപ്പിച്ച നമ്മുടെ അതിഥികൾ, മുഖ്യ അതിഥികളായ ഖതീബ് സലീം മമ്പാട് അവറുകൾ, പ്രിൻസിപ്പൽ റുഫൈദ മാം, മുഖ്യ അതിഥി സാജിദ് നദവി സർ, പ്രിയപ്പെട്ട അധ്യാപകർ, മാതാപിതാക്കൾ, എൻ്റെ ഏറ്റവും വലിയേറിയ അഭിമാനമായ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ കോൺവൊക്കേഷനും വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. 3 വയസ്സിൽ ആരംഭിച്ച് 3 കൊല്ലം കൊണ്ട് ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കി, പാരായണം പൂർത്തിയാക്കി, അതിൻ്റെ അർത്ഥങ്ങൾ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ച് അവർ നമ്മളുടെ ഈ വേദിയിൽ എന്നും ഒരു പ്രകാശമായി നിൽക്കും എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഈ വിജയത്തിന് പിന്നിൽ നിന്ന് പിന്തുണ നൽകിയ മാതാപിതാക്കൾക്കും സഹനവും കാരുണ്യവും കൊണ്ട് പഠിപ്പിച്ച അധ്യാപകർക്കും ഈ വേദിയിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വാർഷികം നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയും വിദ്യാലയത്തിൻ്റെ കഴിവുകളും പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ്. വിദ്യാഭ്യാസത്തിൽ നമ്മൾക്ക് വെറും വിദ്യാഭ്യാസം മാത്രമല്ല എല്ലാവർക്കും വേണ്ടതല്ലേ, നല്ലൊരു സ്വഭാവവും വേണം. നല്ല മക്കളായി വളരാൻ വേണ്ടിയിട്ടാണ് ഹെവൻസ് ഈ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമ്മൾക്ക് പാരൻസ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആനുവൽ ഡേ സംബന്ധിച്ച് പാരൻസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ വിജയികൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു തആല ഈ കുഞ്ഞുങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കട്ടെ, അവരുടെ ജീവിതം അനുഗ്രഹീതമാക്കട്ടെ. മാതാപിതാക്കളെയും അധ്യാപകരെയും ഈ സംഘാടനയെയും സമിതിയെയും പ്രതിഫലം കൊണ്ട് നിറക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, ma'am. Your words really mean to us. Leora 2K26, 11th Annual Celebration and Convocation. Next, we move on to the prize distribution ceremony of Leora 2K26. Leora 2K26 Parents Fest വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യാനായി ബഹുമാന്യനായ മുഹമ്മദ് സാജിദ് PK അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് സർ. Quran quiz, first prize Shafnaz, mother of Aman Nawaz, Sky 2. Second prize Nishana, mother of Azlin Aizal, Sky 2. Third prize Shahira AK, mother of Azin Altaf, Sky 2. First prize Shafnaz, mother of Aman Nawaz. A big round of applause for the winners. Second prize Nishana, mother of Azlin Aizal, Sky 2. And third prize Shahira AK, mother of Azin Altaf, Sky 2. Congratulations all. Next, Islamic song. First prize Suhada, mother of Nuh bin Muhammad Afil, Sky 2. Second prize Nafia Yusuf, mother of Azwa Azhan of Sky 3. Third prize Afifa Hamza, mother of Hamiz and Mumina, Hamiz Sky 3 and Mumina Sky 2. Quran recitation.
First prize, Afifa Hamza, mother of Hamiz and Mumina. And second prize, Jasila Hassan, mother of Haira Mehak, Sky 1. Hearty congratulations winners. Thank you Sajid sir. അടുത്തതായി സമ്മാന വിതരണത്തിന് അലിക്കുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. ലിയോറ 2K26 അലുമിനി മീറ്റ് ക്വിസ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് പ്രൈസ് ആദിഷ് അഷ്റഫ്. പ്രൊഫസർ അലിക്കുട്ടി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി മാട ഏരിയ പ്രസിഡന്റ്. First prize, Adish Ashraf. Second prize, Aisha Shukur. Aisha Shukur. Nehna Tanaz. Third prize, Nehna Tanaz. Next, Muqarra'a competition. First prize, Muhammad Shahzad. First prize, Muhammad Shahzad. A big round of applause for the winners, please. Second prize, Abdullah Rashid. Abdullah Rashid. Third prize, Fatima Anwar. Muqarra'a competition. First prize, Muhammad Shahzad. Second prize, Abdullah Rashid. Third prize, Fatima Anwar. Fatima Anwar. അടുത്തതായി സമ്മാന വിതരണത്തിനായി EK മുഹമ്മദ് മുസ്തഫ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഹെവൻസ് കമ്മിറ്റി മെമ്പർ EK മുസ്തഫ അവർകൾ, പ്ലീസ് സർ. അടുത്തതായി പാരന്റ്സ് ഫെസ്റ്റിന്റെ മത്സരാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. ഷഹല, മദർ ഓഫ് മുഹമ്മദ് അഷ്റഫ്. സൽമത്ത്, മദർ ഓഫ് എസിൻ ജഹാൻ. നദീറ BK, മദർ ഓഫ് ഹമദ് അലി. ഫാത്തിമ KP, മദർ ഓഫ് ഐസം. റെയ്ഹാനത്ത്, mother of Mihan Nizar. Mubina, mother of Farha Anis. Munaiza, mother of Fatima Nabil. Makshuda, mother of Aira Iman. അടുത്തതായി സമ്മാന വിതരണം ചെയ്യാനായി മുസ്തഫ ഇബ്രാഹിം സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടിയോടെ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെയും വിജയികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഷഹല, മദർ ഓഫ് മുഹമ്മദ് അഷ്റഫ്. സൽമത്ത്, മദർ ഓഫ് എസിൻ ജഹാൻ. നദീറ BK, മദർ ഓഫ് ഹമദ് അലി. ഫാത്തിമ KP, മദർ ഓഫ് ഐസം. റെയ്ഹാനത്ത്, mother of Mihan Nizar. Mubina, mother of Farha Anis. Munaiza, mother of Fatima Nabil. Makshuda, mother of Aira Iman. Congratulations to all participants and winners. Thus, we conclude
the prize distribution ceremony of Leora 2K26. We have quiz competition, second prize winner Aisha Shukur on stage. Thank you, sir. Now I kindly call upon Rishana ma'am, Heaven's mentor, for word of thanks. Please, ma'am. ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ ഖുർആൻ പഠന രംഗത്ത് തികച്ചും വ്യതിരിക്തവും നൂതനവുമായ ഒരു സംരംഭമാണ് ഹെവൻസ് പ്രീ സ്കൂൾ. 3 വയസ്സ് പ്രായമായ കുഞ്ഞുമക്കൾ 3 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യാനുള്ള ശേഷി നേടുന്നു എന്നതാണ് ഹെവൻസ് കരിക്കുലത്തിന്റെ സവിശേഷത. ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ അംഗീകരിച്ച പാഠ്യപദ്ധതിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം, ഹിഫ്ൽ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളുടെ പ്രാഥമിക അറിവുകൾ എന്നിവ നേടുന്നതോടൊപ്പം LKG, UKG വിദ്യാഭ്യാസവും കുട്ടികൾ സ്വായത്തമാക്കുന്നു. ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ 2015 സമാരംഭിച്ച ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ അതിന്റെ 11ാം വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്ന ഈ സുന്ദരവേളയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Heavens Preschool Matul. Next, I kindly call upon Professor Alikutti Sahib, President Jamaat Islami Mada area, for the felicitation address. Please, sir. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഹെവൻസിൻ്റെ വളരെ അഭിമാന അർഹരായ രക്ഷിതാക്കളെ, പിഞ്ചു വിദ്യാർത്ഥികളെ, ഹെവൻസിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്ദരമായ ഈ സായാഹ്നത്തിൽ വിശുദ്ധ റമളാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി വളരെ പ്രസക്തിയുള്ള 11 വർഷം പൂർത്തീകരിക്കുന്ന ഒരു വേളയാണിത്. കഴിഞ്ഞ 3 വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരുപാട് നല്ല അറിവുകളും നേടിക്കൊണ്ട് ഹെവൻസിൽ നിന്ന് വിട പറയുന്ന കോൺവൊക്കേഷൻ സെറിമണിയിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ സൗഭാഗ്യവാന്മാരാണ് അവർ എന്നുള്ളത് നാം ഏവരും മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ്. കാരണം ഇത്തരം ഒരു സാഹചര്യം, ഇത്തരം ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മനഃപ്പാഠവും പഠിക്കുക എന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വളരെ ചിട്ടയോടെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹെവൻസ് ചെയ്യുന്നൊരു സേവനം. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യ പദ്ധതിയാണ് ഹെവൻസ് കൊണ്ടുപോകുന്നത്, പുരോഗമിച്ചു. ഹെവൻസിലൂടെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ
രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂർണമായ ഒരു നിമിഷമാണ് ഇത് എന്ന് നാം എല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കൂടുതൽ എനിക്ക് അങ്ങനെയുള്ള രക്ഷിതാക്കളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഈ 3 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അത് തന്നെയാണ് സലീം മമ്പാട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. അത് നിങ്ങളുടെ ഒരു ദൗത്യമാണ്, നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്ന അർത്ഥത്തിലായിരിക്കണം തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. കാരണം മെന്റേഴ്സ് കഴിഞ്ഞ 3 വർഷമായി ഒരുപാട് ത്യാഗം ചെയ്ത് അവരെ പഠിപ്പിച്ചെടുത്തുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കാണ് എന്ന് മാത്രം ഉണർത്തുകയാണ്. നിങ്ങളിവിടെ അവരുടെ ഒരുപാട് കലാവാസനകളെ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് പരിപാടികളെ കേൾക്കുവാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന മുഴുവൻ കുട്ടികളുടെയും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരെയും എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇരുത്തം സമ്മേളനം അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Next, I kindly call upon Rishana ma'am, Heaven's mentor, for word of thanks. Please, ma'am. Respected dignitaries on the dais, parents, teachers, and my dear children, Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. I'd like to extend a heartfelt thanks to Sajida ma'am and Salim sir for gracing us with their presence and inaugurating our annual day celebration. And we really appreciate the effort of everyone who contributed to make today's event special. As we move forward, I'm excited to announce that we are just a moment away from our main show. Our little stars are all set to dazzle you with their talents. Let's cheer for our tiny thoughts as they take the stage. And to everyone, welcome to the annual day extravaganza. Without further ado, let's get this celebration rolling. Thank you. Thank you, ma'am. Leora 2K26, Heaven's Preschool Martul, 11th Annual Celebration and Convocation Ceremony. Ladies and gentlemen, let's start our celebration. Every beautiful beginning deserves a graceful welcome. As we gather this evening to celebrate joy, talent and togetherness under the radiant theme, Leora, we invite you to immerse yourself in the performance that marks the opening of this special celebration. Our young performance now present a welcome dance, a graceful expression of warmth, happiness and heartfelt hospitality, setting the tone for the evening ahead. Please welcome them with your kind attention and warm applause. Ladies and gentlemen, please give a big round of applause our little bird who is about to perform a beautiful welcome dance. I welcome Naira Nazook, Ishal Iqbal, Mariam Fawaz, Dua Shamsuddin, Aira Iman, Fiba Finish, Aisha Amin, Alia Fatima, Azmiya bint Afsal, Naira Rafiq. On stage, Naira Nazook, Ishal Iqbal, Mariam Fawaz, Dua Shamsuddin, Aira Iman, Fiba Finish, Ashia Amin, Alia Fatima, Azmiya bint Afsal, Naira Rafiq.
There was a marvelous, energetic kickstart to the 11th annual celebration, Leora 2K26. A big round of applause, please. ഖുർആനാം കടലിന്റെ തമസിന്റെ കരിമ്പുതപ്പിൽ ദീർഘ സുഷുപ്തിയിലായി പോയ ഒരു ജനതക്ക് അള്ളാഹു വെളിച്ചവും തെളിച്ചവും ഉണർത്തുപാട്ടുമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അവതരിപ്പിച്ചു കൊടുത്തതാണ് വിശുദ്ധ ഖുർആൻ. വഴികേടിൽ അമർന്നു പോയ മക്കയിലെ ജനത 23 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകോത്തര സമൂഹമായി ഉയർന്നു വന്നു. യൂറോപ്പിന്റെ അന്ധതയിൽ സൂര്യശോഭയോടെ ഖുർആൻ ഉദിച്ചുയർന്നു. ഖുർആൻ ആഴമേറിയ ഒരു മഹാസമുദ്രമാണ്. അതിന്റെ അഗാധതയിലേക്ക് ഊളിയിടുമ്പോൾ ലഭിക്കുന്ന മുത്തുമണികൾ മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാർഗദർശകമാണ്. ദൈനംദിന ജീവിതത്തിൽ മാനവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഖുർആൻ തീർത്തും പരിഹാരം നിർദ്ദേശിക്കുന്നു. വ്യക്തി, കുടുംബം, സമൂഹം, വിവാഹം, മക്കൾ, തൊഴിൽ, രാഷ്ട്രീയം, ഭരണം തുടങ്ങിയ സകല തലങ്ങളിലും ഖുർആനിൽ നിർദ്ദേശമുണ്ട്, പരിഹാരമുണ്ട്. ഹെവൻസ് പ്രീ സ്കൂൾ ഖുർആൻ കേന്ദ്രീകൃത പ്രീ സ്കൂളാണ്. വിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങളിലൂടെ, പാരായണത്തിലൂടെ, ഹിഫ്ളിലൂടെ മുന്നേറുന്ന കുട്ടികൾ ഹെവൻസിന്റെ അഭിമാന നക്ഷത്രങ്ങളാണ്. ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഗാനരംഗവുമായി സ്കൈ 3 വിദ്യാർത്ഥികൾ. On stage, we have Mihan Nizar, Inaya Fatima, Muhammad bin Anwar, Shifa Shamsir, Aidin Adam, Muhammad Zayan, Amal Rashid, Aizan Zahir, Naira Nabil, Muhammad Shizan. A big round of applause for our Sky 3 kids. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം, കൂടെ പോരൂ. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയായ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയായ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന നരകത്തിൻ്റെ ജലം പരീക്ഷ മുഖമാണ് നരകത്തിൻ കാഴ്ച. കത്തുന്ന നരകത്തിൻ്റെ ജലം പരീക്ഷ മുഖമാണ് നരകത്തിൻ കാഴ്ച. ദൂരത്ത് കേൾക്കുമ ഘോര ശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ദൂരത്ത് കേൾക്കുമ ഘോര ശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു വാപ്പയോടുണർന്നു കേൾക്കാം. സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു
കേൾക്കുന്ന നല്ലൊരു മകനെ നമ്മൾക്ക് കാണാം. വിനയത്താലോകൾ കേൾക്കുന്ന നല്ലൊരു മകനെ നമ്മൾക്ക് കാണാം. കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ണുമിഴിച്ച് നാം കേട്ടിരിക്കുന്ന കഥയുണ്ട് ഖുർആനിൽ കേൾക്കാം. കണ്ണുമിഴിച്ചു നാം കേട്ടിരിക്കുന്ന കഥയുണ്ട് ഖുർആനിൽ കേൾക്കാം. കണ്ണിൽ കാണും പോലെ നബി യൂസുഫിൻ കഥ അത്ഭുതമല്ലോ കണ്ണിൽ കാണും പോലെ നബി യൂസുഫിൻ കഥ അത്ഭുതമല്ലോ കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ചേർക്കാൻ ഒട്ടേറെ പാഠങ്ങൾ വിട്ടുപോയാലൊന്നും ഖുർആൻ. ജീവിതത്തിൽ ചേർക്കാൻ ഒട്ടേറെ പാഠങ്ങൾ വിട്ടുപോയാലൊന്നും ഖുർആൻ. കൈനീട്ടി പ്രാർത്ഥിക്കാൻ ഒട്ടേറെ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചു കൈനീട്ടി പ്രാർത്ഥിക്കാനൊട്ടേറെ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചു കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു കൂടെ കൂടെ കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല പാട്ടാണല്ലോ ഈ കേട്ടത്. അതെ, ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന പാട്ട്. നമ്മെയും പ്രപഞ്ചത്തെയും സ്വർഗം നരകം എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കുക തന്നെ വേണം. അല്ല ചങ്ങാതി, ഈ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ? ഞാൻ ഖുർആൻ പഠിച്ചിട്ടേയില്ല, എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യവുമില്ല. ജനനം, മരണം, കുടുംബം, വിവാഹം, തൊഴിൽ, ഭക്ഷണം, നീതി ഇങ്ങനെ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഖുർആനിലൂടെ അള്ളാഹു മാർഗദർശനം നൽകുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യകരമായ കർമ്മമാണ്. അതിന്റെ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടിയോളം പ്രതിഫലമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് നല്ല അറിവാണ് നിന്നിലൂടെ കിട്ടിയത്. എന്റെ കുട്ടിയെ എനിക്ക് ഖുർആൻ പഠിപ്പിക്കണം. അതിനെന്താ, നമ്മുടെ ഹെവൻസ് മാട്ടൂലില്ലേ? എന്റെ കുട്ടികൾ ഹെവൻസിൽ നിന്നാണ് ഖുർആനും മറ്റു വിഷയങ്ങളും പഠിക്കുന്നത്. ഹെവൻസിലെ പാഠ്യപദ്ധതി എങ്ങനെയാ? 3 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യാനുള്ള പരിശീലനമാണ് ഇവിടെ നിന്ന് നൽകുന്നത്. അതുകൂടാതെ ഖുർആനിലെ അവസാനത്തെ ജുസ് മുഴുവനായും മനഃപ്പാഠമാക്കാൻ ഹെവൻസിലെ പഠനകാലത്ത് സാധിക്കും. ഖുർആൻ മാത്രമാണോ ഹെവൻസിൽ പഠിപ്പിക്കുന്നത്? നോ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS തുടങ്ങിയ വിഷയങ്ങളും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും അസ്കാറുകളും ഹെവൻസിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്നാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, എന്റെ കുട്ടിയെ ഞാൻ ഹെവൻസിൽ അയക്കാൻ തീരുമാനിച്ചു. അഡ്മിഷൻ ആരംഭിക്കാറായോ? അഡ്മിഷൻ ആരംഭിച്ചുവല്ലോ, ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി ഹെവൻസിലെ മക്കളുടെ പെർഫോമൻസ് കാണാം. Wow, what a touching and thought-provoking performance.
വെറും ഒരു പെർഫോമൻസ് മാത്രമല്ല, മൂർച്ചയേറിയ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മൾക്ക് അനുഗ്രഹമാവട്ടെ, വഴികാട്ടിയുമാവട്ടെ. അടുത്തതായി സോഷ്യൽ ഓഡിറ്റിംഗ്. ഹെവൻസ് പ്രീ സ്കൂളിലെ വാർഷിക പരിപാടികളിൽ സുപ്രധാനമാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. Our next program is social auditing of Sky Tree. Here, we give our audience an opportunity to examine our kids' caliber and intelligence. You could ask any portion of the last juz, juz, as hifr. Along with that, you can also ask the daily prayer that we use. Audience can ask any part of the last juz.